ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാറ്റ് ആണ്. വാല്യൂ ആഡഡ് ടാക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം IHT ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വാറ്റ് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഈ എക്സാമിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വാറ്റിന് നമ്മുടെ TXന്റെ എക്സാമിനുള്ളൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമിനൊരു ആവറേജ് 10% to 15% ക്വസ്റ്റ്യൻസ് വാറ്റിൽ നിന്ന് വരാം. അപ്പോൾ ഇത് മോസ്റ്റ് പ്രോബബ്ലി റീസെൻ്റ് ഉള്ള എക്സാംസിലെല്ലാം ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ ബിയിലാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ ബിയിലാണ് ഇത്തവണയും വാറ്റ് വരാനൊരു ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വാറ്റിൻ്റെ ടോപ്പിക്സ് ഒന്ന് ആദ്യം റിവൈസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാറ്റിൽ കമ്പ്യൂട്ടേഷൻ പാർട്ട് വാറ്റിൽ ഭയങ്കര കുറവാണ്. ഓക്കെ, അപ്പോൾ വാറ്റിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് ഒന്ന് ആദ്യം പറയാം. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, വാറ്റിലുള്ള കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് വാറ്റിൻ്റെയും അതേപോലെ ഔട്ട്പുട്ട് വാറ്റിൻ്റെയും കമ്പ്യൂട്ടേഷനാണ് വാറ്റിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ വാറ്റ് എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും മേലെ ചാർജ് ചെയ്യുന്ന വാറ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ GST സിമിലർ ആണ് UK വാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ UK ഗുഡ്സ് ആൻഡ് സർവീസസ് സെല് ചെയ്യുമ്പോൾ അല്ലെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഈ വാറ്റ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റും കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് UK സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് വാറ്റ് എന്ന് പറയുന്നത് 20% ആണ് UK സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് വാറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിൽ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും മേലെയുള്ള വാറ്റ്, എല്ലാ സർവീസസിൻ്റെയും മേലെയുള്ള വാറ്റ് 20% ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആക്ച്വലി പ്രാക്ടിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ UK 20% അല്ലാതെയും വാറ്റുകൾ ചാർജ് ചെയ്യാറുണ്ട്. റെഡ്യൂസ്ഡ് റേറ്റ് 5% ഒക്കെ വാറ്റ് ഉണ്ട്. പക്ഷേ നമുക്കത് സിലബസിൽ എവിടെ ഇല്ല. നമുക്ക് വാറ്റ് 20% മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാറ്റിൻ്റെ പേർപ്പസിൽ 3 ടൈപ്സ് ഓഫ് സപ്ലൈസ് ആണ് വാറ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറൈസേഷൻ, അല്ലെ സെയിൽസിനെ, പ്രൊഡക്ട്സിനെയൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സപ്ലൈ എന്നുള്ള ടേം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാറ്റിൻ്റെ അണ്ടറിൽ UK പ്രൊഡക്റ്റുകളെയും സർവീസുകളെയൊക്കെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, സ്റ്റാൻഡേർഡ് റേറ്റഡ് പ്രൊഡക്റ്റ് ഉണ്ട്, സീറോ റേറ്റഡ് പ്രൊഡക്റ്റ് ഉണ്ട്, എക്സംപ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട്. ഇങ്ങനെ 3 രീതിയിലാണ് പ്രൊഡക്ട്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ട്സും സർവീസസും, അപ്പോൾ UK ഏത് പ്രൊഡക്റ്റ് നമ്മൾ എടുത്താലും സർവീസ് നമ്മൾ എടുത്താലും അത് ഇതിലേതെങ്കിലും ഒരു കാറ്റഗറീൻ്റെ അണ്ടറിലായിരിക്കും. സ്റ്റാൻഡേർഡ് റേറ്റഡ്, സീറോ റേറ്റഡ് ഓർ എക്സംപ്റ്റ് സപ്ലൈ, ഇതിലായിരിക്കും എല്ലാ പ്രൊഡക്റ്റുകളും സർവീസുകളും ഇൻക്ലൂഡഡ് ആവുക. ദെൻ അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ ഈ 3 ടൈപ്പ് സപ്ലൈസ് ഉണ്ട് എന്ന് വിചാരിക്കും. എൻ്റെ കമ്പനിയിൽ 3 പ്രൊഡക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമിന് ഒരിക്കലും നമുക്ക് ഈ സ്റ്റാൻഡേർഡ് റേറ്റഡ് പ്രൊഡക്ട്സ് എന്താണ്, സീറോ റേറ്റഡ് പ്രൊഡക്ട്സ് എന്താണ്, എക്സംപ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ചോദിക്കാറില്ല. ഓക്കെ, എന്നാലും നമുക്ക് സ്റ്റഡി ഹബിൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ടാക്സബിൾ സപ്ലൈസ്, എന്തൊക്കെയാണ് എക്സംപ്റ്റ് സപ്ലൈസ്, എന്തൊക്കെയാണ് സീറോ റേറ്റഡ് സപ്ലൈസ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ ഏതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ട. ഓക്കെ, അപ്പം എന്നാലും ഏറ്റവും നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഈ സീറോ റേറ്റഡ് സപ്ലൈസ് എന്ന് പറയുക. ഇപ്പോൾ ഫുഡ്, അതേപോലെയുള്ള ഫുഡ്, ബുക്സ്, അങ്ങനെയുള്ള ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സീറോ റേറ്റഡ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ നമുക്ക് എക്സംപ്റ്റ് സപ്ലൈസ് ഉണ്ട്. എക്സംപ്റ്റ് സപ്ലൈസ് ഉണ്ട്. അപ്പോൾ എക്സംപ്റ്റ് സപ്ലൈയിൽ കൂടുതലും സർവീസുകളാണ് വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് സർവീസുകളും എക്സംപ്റ്റ് സപ്ലൈ എന്നല്ല, എക്സംപ്റ്റ് സപ്ലൈയിൽ വരുന്നതിൽ കൂടുതലും ഈ സർവീസുകളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സംപ്റ്റ് സപ്ലൈയിൽ വരിക. അപ്പോൾ ഈ സീറോ റേറ്റഡ് സപ്ലൈയും എക്സംപ്റ്റ് സപ്ലൈയും അല്ലാതെയുള്ള എല്ലാം സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കാറ്റഗറൈസേഷൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ 3 ടൈപ്പ് പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കും. സീറോ റേറ്റഡ് പ്രൊഡക്റ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് റേറ്റഡ് പ്രൊഡക്റ്റ് ഉണ്ട്, എക്സംപ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 ടൈപ്സ് ഓഫ് സപ്ലൈസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ 3 പ്രൊഡക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഈ 3 പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. ഓക്കെ, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു.
അപ്പോൾ ഈ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ 3 പ്രൊഡക്ട്സിൻ്റെ റോ മെറ്റീരിയലിന് നമ്മളൊരു 40,000 വെച്ചിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ നമ്മൾ യു കെയിൽ എന്ത് പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും അവിടെ എന്തുണ്ടാവും? വാറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കമ്പനിയിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്. അതായത് കമ്പനിയിലേക്ക് റോ മെറ്റീരിയൽ കമ്പനിയിലേക്ക് മേടിക്കുന്നത് കമ്പനിയിലേക്കുള്ള ഒരു ഇൻപുട്ടാണ്. ഓക്കെ. അപ്പോൾ ഒരു 40,000 റോ മെറ്റീരിയൽ ഇൻപുട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ നമ്മളൊരു വാറ്റ് കൊടുക്കൂല. ഇപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് നമുക്ക് കുറച്ച് റോ മെറ്റീരിയൽ മേടിക്കണം. നമ്മൾ നമ്മുടെ സപ്ലയറെ കോൺടാക്ട് ചെയ്യുന്നു. സപ്ലയർ നമുക്ക് 40,000 റോ മെറ്റീരിയൽ തരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ആൾ നമ്മുടെ അടുത്ത് നിന്ന് വാറ്റും മേടിക്കും, അല്ലേ? വാറ്റും കൂടി കൂട്ടിയിട്ടാണ് മേടിക്കുക. അപ്പോൾ വാറ്റ് 20% അഡീഷണലി വരും. അപ്പോൾ ഈ 40,000ൻ്റെ 20% വാറ്റും വരും. ഓക്കെ. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളെല്ലാം മേടിച്ചപ്പോൾ എനിക്ക് എന്ത് വന്നു? 8,000 വാറ്റും വന്നു. അപ്പോൾ ടോട്ടൽ ഈ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ ഞാൻ കൊടുത്ത എമൗണ്ട് എത്രയായിരിക്കും? 48,000 ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 48,000ൽ 8,000 വാറ്റ് ആണ്. ഈ വാറ്റിനെയാണ് നമ്മൾ ഇൻപുട്ട് വാറ്റ് എന്ന് വിളിക്കുക. ഓക്കെ. അപ്പോൾ അതായത് കമ്പനിയിലേക്ക് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്ട്സോ സർവീസോ എന്തെങ്കിലും മേടിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന വാറ്റിന് ഇൻപുട്ട് വാറ്റ്, അതായത് നമ്മൾ കൊടുക്കുന്ന വാറ്റാണ് ഇൻപുട്ട് വാറ്റ്. ഓക്കെ. അപ്പോൾ ഇനി ഈ റോ മെറ്റീരിയലൊക്കെ ഞാൻ മേടിച്ച് അത് പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ കസ്റ്റമർക്ക് ഞാനിപ്പോൾ സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഞാൻ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തു. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 3 പ്രൊഡക്റ്റിന് ഞാൻ ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120,000 ആണ്. ഓക്കെ. 3 പ്രൊഡക്റ്റിനും സെയിം 120,000 ഞാൻ പ്രൈസ് ചാർജ് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുമ്പോൾ എൻ്റെ കസ്റ്റമറുടെ അടുത്തുനിന്ന് ഞാൻ വാറ്റ് കളക്ട് ചെയ്യില്ലേ? ഞാൻ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിക്കുമ്പോൾ വാറ്റ് കൊടുക്കുന്നത് പോലെ ഞാനൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ എൻ്റെ കസ്റ്റമറുടെ അടുത്തുനിന്ന് വാറ്റ് ഞാൻ കളക്റ്റും ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമറുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന വാറ്റും 20% ആയിരിക്കും. ഓക്കെ. വാറ്റ് 20%. അപ്പോൾ ഞാൻ ഓരോ പ്രൊഡക്റ്റിൻ്റെയും മേലെ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ 120,000ൻ്റെ 20% വാറ്റ് ഞാൻ മേടിക്കും. അപ്പോൾ ടോട്ടൽ എൻ്റെ കയ്യിൽ 120,000 പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ വാറ്റ് അടക്കം 144,000 എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ വാറ്റിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് എന്ന് വിളിക്കുക. ഓക്കെ. ഇതാണ് ഔട്ട്പുട്ട് വാറ്റ്. ഓക്കെ. ദെൻ അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈ നോക്കുമ്പോൾ ഇവിടെ എനിക്കൊരു ഔട്ട്പുട്ട് വാറ്റും വന്നു, ഇൻപുട്ട് വാറ്റും വന്നു. അപ്പോൾ ഈ ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറയുന്നത് എൻ്റെ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ്. അതായത് എൻ്റെ കസ്റ്റമർ എൻ്റെ കയ്യിൽ തന്ന വാറ്റാണ് ഔട്ട്പുട്ട് വാറ്റ്. അപ്പോൾ ഈ വാറ്റായിട്ട് ഞാൻ മേടിക്കുന്ന എമൗണ്ട് എനിക്കുള്ളതല്ലല്ലോ, അത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണ്ടേ? അപ്പോൾ ഞാൻ HMRCക്ക് ഈ വാറ്റ് പേ ചെയ്യണം. അപ്പോൾ കസ്റ്റമർ എൻ്റെ കയ്യിൽ തന്ന വാറ്റ് എത്രയാണ്? 24,000 എൻ്റെ കസ്റ്റമർ എൻ്റെ കയ്യിൽ വാറ്റ് തന്നിട്ടുണ്ട്. ഈ വാറ്റ് ഞാൻ നേരെ HMRCക്ക് കൊടുക്കണം. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി എടുത്ത് HMRCക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഞാൻ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തപ്പോൾ ഒരു ഇൻപുട്ട് വാറ്റ് 8,000 വന്നിട്ടുണ്ട്. അപ്പോൾ ആ 8,000 നെറ്റ് ഓഫ് ചെയ്ത് ബാക്കി 16,000 ഞാൻ വാറ്റ് HMRCക്ക് പേ ചെയ്താൽ മതി. ഇതാണ് സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈയുടെ കമ്പ്യൂട്ടേഷൻ. സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈയിൽ ഔട്ട്പുട്ട് വാറ്റ് നമുക്ക് കളക്ട് ചെയ്യുന്നത് HMRCക്ക് കൊടുക്കണം. അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻപുട്ട് വാറ്റുകൾ നമുക്ക് റീക്ലെയിം ചെയ്യാനും പറ്റും. ഓക്കെ. ഇതാണ് സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈയുടെ പ്രത്യേകത. ഇനി നമ്മുടെ സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്, ഈ സീറോ റേറ്റഡ് സപ്ലൈയിലുള്ള പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ വാറ്റ് ചാർജ് ചെയ്യാൻ പാടില്ല. ഓക്കെ. അതായത് സീറോ റേറ്റഡ് പ്രൊഡക്ട്സിന് വാറ്റ് ഇല്ല. ഇപ്പം ഞാൻ വിൽക്കുന്നത് ഒരു സീറോ റേറ്റഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഞാൻ സെല്ല് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാറ്റ് മേടിക്കാൻ പാടില്ല. അതാണ് റൂള്. അപ്പോൾ 120,000 ആണ് ഞാൻ ഫിക്സ് ചെയ്ത പ്രൈസ് എങ്കിൽ ആ 120,000 തന്നെയാണ് ഞാനത് എൻ്റെ കസ്റ്റമർക്ക് കൊടുക്കുക. വാറ്റ് കളക്ട് ചെയ്യൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ റേറ്റഡ് പ്രൊഡക്റ്റിലുള്ളത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? നമ്മുടെ ഫുഡ്, മെഡിസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത്രയും ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സീറോ റേറ്റഡ് സപ്ലൈ. അപ്പോൾ അതിൻ്റെ മേലെ വാറ്റും കൂടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളുടെ പ്രൈസ് കൂടും. അപ്പോൾ അതുകൊണ്ട് HMRC എന്ത് ചെയ്യുന്നില്ല? അതിൻ്റെ മേലെ വാറ്റ് ചാർജ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ സീറോ റേറ്റഡ് സപ്ലൈസ് സെല്ല് ചെയ്യുമ്പോൾ വാറ്റ് നമ്മൾ കളക്ട് ചെയ്യൂല. പക്ഷേ ഇവിടെ ഓൾറെഡി ഇതിൻ്റെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തപ്പോൾ ഒരു ഇൻപുട്ട് വാറ്റ് 8,000 വന്നിട്ടുണ്ടല്ലോ. ആ ഇൻപുട്ട് വാറ്റ് HMRC നമുക്ക് തിരിച്ചു തരും. ഓക്കെ. അപ്പോൾ സ്റ്റാൻഡേർഡും സീറോയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ കളക്ട് ചെയ്യും,
ഇൻപുട്ട് വാറ്റ് പേ ചെയ്യും, ഇതിൻ്റെ നെറ്റ് എമൗണ്ട് HMRCക്ക് കൊടുത്താൽ മതി. സീറോ റേറ്റഡ് സപ്ലൈ ആകുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് കളക്ട് ചെയ്യുന്നില്ല. അതായത് നമ്മളൊരു സാധനം സെല് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ അടുത്ത് വാറ്റ് മേടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് HMRCക്ക് വാറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഓൾറെഡി ഇൻപുട്ട് വാറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് HMRC നമുക്ക് റീഫണ്ട് തരും. ഓക്കെ, ഇനി അതേപോലെ എക്സംപ്റ്റ് സപ്ലൈ ആവുമ്പോഴും നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് കളക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വാറ്റ് കളക്ട് ചെയ്യില്ല. അപ്പോൾ സീറോ റേറ്റഡ് സപ്ലൈ ആണെങ്കിലും എക്സംപ്റ്റ് സപ്ലൈ ആണെങ്കിലും ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ കളക്ട് ചെയ്യൂല. ഓക്കെ, അപ്പോൾ എക്സംപ്റ്റ് സപ്ലൈ നമ്മൾ ചെയ്യുമ്പോഴും കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാറ്റ് മേടിക്കാൻ പാടില്ല. ഓക്കെ, പക്ഷേ എക്സംപ്റ്റ് സപ്ലൈ ആകുമ്പോഴും അതിൻ്റെ പ്രൈസ് എത്രയാണോ ആ സെയിം പ്രൈസിനായിരിക്കും ഞാനിത് സെല്ല് ചെയ്യുക. ഓക്കെ, വാറ്റ് ഇല്ലാതെയാണ് സെല്ല് ചെയ്യുക. പക്ഷേ എക്സംപ്റ്റ് സപ്ലൈയിൽ ഓൾറെഡി ഒരു ഇൻപുട്ട് വാറ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് HMRC റീഫണ്ട് തരികയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 സപ്ലൈസ് തമ്മിലുള്ള ഡിഫറൻസ്. സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈ ആകുമ്പോൾ ഔട്ട്പുട്ട് വാറ്റ് ഉണ്ടാവും, ഇൻപുട്ട് വാറ്റ് ഉണ്ടാവും, ഇതിൻ്റെ നെറ്റ് എമൗണ്ട് HMRCക്ക് കൊടുക്കണം. സീറോ റേറ്റഡ് സപ്ലൈ ആകുമ്പോൾ ഔട്ട്പുട്ട് വാറ്റ് ഉണ്ടാവില്ല, നമ്മൾ കളക്ട് ചെയ്യില്ല, ഇൻകർ ചെയ്ത ഇൻപുട്ട് വാറ്റ് HMRC റീഫണ്ട് തരും. എക്സംപ്റ്റ് സപ്ലൈ ആകുമ്പോൾ ഔട്ട്പുട്ട് വാറ്റ് ഉണ്ടാവില്ല, ഇൻപുട്ട് വാറ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടാവും, അത് റീഫണ്ടും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ 3 രീതിയിലാണ് സപ്ലൈസ് ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻസിൽ ഈ വാറ്റ് ഇൻക്ലൂസീവ് എമൗണ്ട് അല്ലെങ്കിൽ വാറ്റ് എക്സ്ക്ലൂസീവ് എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ എക്സാമ്പിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ സെല്ലിംഗ് പ്രൈസ്, നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൈസ്, ഇത് മാത്രം നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ 40,000-ൻ്റെ റോ മെറ്റീരിയൽ വാറ്റ് അടക്കം 48,000-ന് മേടിച്ചു. അപ്പോൾ ഈ 40,000 എന്ന് പറയുന്നത് വാറ്റ് എക്സ്ക്ലൂസീവ് എമൗണ്ട് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയാണ് പർച്ചേസ് പ്രൈസ് അല്ലെ സെല്ലിംഗ് പ്രൈസ് വാറ്റ് എക്സ്ക്ലൂസീവ് 40,000 എന്ന് പറയാം. അതായത് 40,000-ൽ വാറ്റ് ഇല്ല. അപ്പോൾ ഈ 40,000-ലെ വാറ്റ് എലമെന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 40,000 ഇൻറ്റു 20/100 ചെയ്താൽ പോരെ അല്ലേ? അപ്പോൾ ഡയറക്റ്റ്ലി 20% എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കിട്ടും. അതായത് 40,000 ഇൻറ്റു 20/100 ചെയ്യുന്നു, 8,000 നമുക്ക് വാറ്റ് കിട്ടി. ചിലപ്പോൾ നമുക്ക് തരാം വാറ്റ് ഇൻക്ലൂസീവ് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇതിൽ വാറ്റ് ഇൻക്ലൂസീവ് എമൗണ്ട് 48,000 ആണ്. അപ്പോൾ 48,000 ആണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ അത് വാറ്റ് ഇൻക്ലൂസീവ് പ്രൈസാണ്. അപ്പോൾ അതിൽ വാറ്റും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ഈ 48,000-ലെ വാറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 20/120 ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുക, 48,000 ഇൻറ്റു 20/120 ചെയ്താലും നമുക്ക് 8,000 തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ മിക്കവാറും മെറ്റീരിയൽസിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ 1/6 എന്നായിരിക്കും. അതായത് ഈ 20/120 ചെയ്യുന്നതും 1/6 ചെയ്യുന്നതും സെയിം ആണ്. ഓക്കെ, അപ്പം മെറ്റീരിയൽസിൽ എവിടെയെങ്കിലുമൊക്കെ 1/6 കാണുന്നുണ്ടെങ്കിൽ അത് വാറ്റ് ഇൻക്ലൂസീവ് എമൗണ്ടിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈസ് ഇതാണ്. ഇപ്പോൾ വാറ്റ് ഇൻക്ലൂസീവ് എമൗണ്ട്, എക്സ്ക്ലൂസീവ് എമൗണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, എല്ലാ ആൾക്കാരും വാറ്റ് ചാർജ് ചെയ്യുന്നുണ്ടോ? എല്ലാ ആൾക്കാർക്കും ഔട്ട്പുട്ട് വാറ്റ് ഇൻപുട്ട് വാറ്റും ഉണ്ടോ? ഉണ്ടാവില്ല. നമുക്ക് വാറ്റിൻ്റെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് എന്തുണ്ടാവുക, വാറ്റ് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലെ GST, ഇപ്പം നമ്മുടെ നാട്ടിലെ GSTയും UK-ലെ വാറ്റും സിമിലറാണ്. ഇപ്പം ഇവിടെ നമ്മൾ എല്ലാ കടയിലും പോകുമ്പോൾ നമ്മുടെ അടുത്തുനിന്ന് GST എല്ലാ കടക്കാരും മേടിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ചെറിയ കടകളിലൊക്കെ പോകുമ്പോൾ GST ഇല്ല. പക്ഷെ അത്യാവശ്യം വലിയ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ, ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ GST ചാർജ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ആരാണ് നമ്മുടെ അടുത്ത് GST കളക്ട് ചെയ്യുന്നത്? GSTയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ്. അപ്പോൾ അതേപോലെ തന്നെയാണ് UK-യിലും. UK-യിൽ വാറ്റിൽ രജിസ്റ്റേർഡ് ആയാൽ മാത്രമാണ് കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാറ്റ് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ വാറ്റിൽ രജിസ്റ്റേർഡ് ആയാൽ മാത്രമാണ് ഇൻപുട്ട് വാറ്റ് റീക്ലെയിമും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ വാറ്റിൽ രജിസ്റ്റേർഡ് ആവണം. അപ്പോൾ വാറ്റിൻ്റെ രജിസ്ട്രേഷൻ 3 തരത്തിലാണ് വാറ്റ് രജിസ്ട്രേഷൻ ഉള്ളത്. ഒന്ന് കമ്പൽസറി രജിസ്ട്രേഷൻ ഉണ്ട്, അതേപോലെ വോളണ്ടറി രജിസ്ട്രേഷൻ ഉണ്ട്. കമ്പൽസറി രജിസ്ട്രേഷൻ, വോളണ്ടറി രജിസ്ട്രേഷൻ, ഗ്രൂപ്പ് രജിസ്ട്രേഷൻ, ഇങ്ങനെ 3 രീതിയിൽ വാറ്റ് രജിസ്ട്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ കമ്പൽസറി രജിസ്ട്രേഷൻ, ഒരാൾ എപ്പോഴാണ് കമ്പൽസറി ആയിട്ട് വാറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരിക?
ഒരാൾ വാറ്റിൽ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരേണ്ടത് 2 ടെസ്റ്റുകൾ ഉണ്ട് നമുക്ക്. ഒരു ഹിസ്റ്റോറിക്കൽ ടെസ്റ്റും ഒരു ഫ്യൂച്ചർ ടെസ്റ്റും. ഇതിലേതെങ്കിലും ഒരു ടെസ്റ്റ് ഒരാൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അയാൾ കമ്പൽസറി ആയിട്ട് വാറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ വാറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത് കമ്പനി ഇൻഡിവിജ്വൽ എന്നുള്ള സെപ്പറേഷൻസ് ഒന്നുമില്ല. കമ്പനി ആയാലും ഇൻഡിവിജ്വൽ ആയാലും ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് വാറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അല്ലേ? ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് അല്ല, ഫ്യൂച്ചർ ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളത് ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് ആണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ടെസ്റ്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ: ലാസ്റ്റ് 12 മന്ത്സ് ഓർ ലെസ്, ഈ ടൈം പീരീഡ് കൊണ്ട് 90,000 ടാക്സബിൾ സപ്ലൈ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവർ കമ്പൽസറി ആയിട്ട് വാറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇതാണ് ഹിസ്റ്റോറിക്കൽ ടെസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ. അതായത് നമ്മളിപ്പോൾ വാറ്റിൽ രജിസ്റ്റേർഡ് അല്ല എന്ന് വിചാരിക്കും. ഞാനിപ്പോൾ ഒരു ബിസിനസ് നടത്തുന്നു, എൻ്റെ ബിസിനസ് വാറ്റിൽ രജിസ്റ്റേർഡ് അല്ല. അപ്പം ഞാൻ വാറ്റിൽ രജിസ്റ്റേർഡ് അല്ലാത്തിടത്തോളം കാലം എവ്രി മന്ത് എൻഡ്, ഓരോ മന്തിൻ്റെ എൻഡിലും ഞാൻ ഈ ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് നടത്തണം. അപ്പം ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് നമ്മൾ എങ്ങനെയാണ് നടത്തുക? ലാസ്റ്റ് 12 മന്ത്സ് ഓർ ലെസ് ടൈം പീരീഡ് കൊണ്ട് എൻ്റെ ടാക്സബിൾ സപ്ലൈസ് 90,000 ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മന്ത് എൻഡ്, ഇപ്പോൾ ഇത് ഏതാ മാസം? നവംബർ. ഇപ്പം നവംബർ 2025 ഈ മന്ത് എൻഡിൽ ഞാൻ ബിസിനസ് ചെയ്യുന്ന കുറേ നാളായി, പക്ഷേ വാറ്റിൽ ഇതുവരെ രജിസ്റ്റേർഡ് അല്ല. അപ്പം ഞാൻ ഈ മന്ത് എൻഡിൽ എൻ്റെ ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് നടത്തും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മന്തിലെ ടാക്സബിൾ സപ്ലൈ എടുക്കും. ദെൻ പ്ലസ് ലാസ്റ്റ് 12 മന്തിൽ ഇൻക്ലൂഡിങ് ദിസ് മന്തിലെ ലാസ്റ്റ് 12 മന്തിലെ ടാക്സബിൾ സപ്ലൈ എടുക്കും. അത് 90,000 ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പം 90,000 ക്രോസ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോൾ നിർബന്ധമായിട്ട് വാറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നവംബർ 2025 ഞാൻ ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് മീറ്റ് ചെയ്തിട്ടില്ല. ഇതേപോലെ ഡിസംബർ 25 ആയി. ഡിസംബർ 25 ഞാനിത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഡിസംബർ 25 ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഡിസംബർ മുതൽ ജനുവരി മുതൽ ആ ലാസ്റ്റ് 12 മന്തിലെ ടാക്സബിൾ സപ്ലൈസ് എടുക്കും. 90,000 ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതൊരു 93,000 ഉണ്ട്. എൻ്റെ ഈ ലാസ്റ്റ് 12 മന്തിലെ ടാക്സബിൾ സപ്ലൈസ് 90,000 ഉണ്ട്. അപ്പോൾ ഞാൻ ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് മീറ്റ് ചെയ്യാണ്. അപ്പോൾ കമ്പൽസറി ആയിട്ട് ഞാൻ ഇനി വാറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി വാറ്റിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റൂല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 25-നാണ് ഞാൻ ഈ ടെസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ HMRCനെ നോട്ടിഫൈ ചെയ്യണം. അപ്പോൾ നോട്ടിഫൈ ചെയ്യാനായിട്ട് എനിക്കൊരു 30 ഡേയ്സ് സമയം കിട്ടും. ഓക്കെ, ഇപ്പോൾ 30 ഡേയ്സിനുള്ളിൽ, അപ്പോൾ ഡിസംബർ 31-നാണ് ഞാൻ ഈ ടെസ്റ്റ് നടത്തുക. ഡിസംബർ 31 കഴിഞ്ഞിട്ട് 30 ഡേയ്സിനുള്ളിൽ HMRCനെ നോട്ടിഫൈ ചെയ്യുക. അത് 30 ഡേയ്സ് ആണ്, 1 മന്ത് അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ന് നോട്ടിഫൈ ചെയ്യണം HMRCനെ? 30th ജാനുവരി 26-നുള്ളിൽ HMRCനെ ഞാൻ ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് മീറ്റ് ചെയ്തു എന്നുള്ളത് നോട്ടിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ HMRC എനിക്ക് വാറ്റ് രജിസ്ട്രേഷൻ തരും. രജിസ്ട്രേഷൻ കിട്ടുന്നത് നെക്സ്റ്റ് മന്തിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടായിരിക്കും. ഇപ്പം നെക്സ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ 1 ഫെബ്രുവരി. 1 ഫെബ്രുവരി 26 മുതൽ ഞാൻ വാറ്റിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 ഫെബ്രുവരി മുതൽ ഞാൻ വാറ്റിൽ രജിസ്റ്റേർഡ് ആണ്. 1 ഫെബ്രുവരി മുതൽ നടക്കുന്ന സെയിൽസിൽ എനിക്ക് ഔട്ട്പുട്ട് വാറ്റ് കളക്ട് ചെയ്യാം. അതിനുശേഷം വരുന്ന ഇൻപുട്ട് വാറ്റ് എനിക്ക് റീക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ്. ഇനി ഈ ഫ്യൂച്ചർ ടെസ്റ്റ് എന്ന് പറയുന്നത്, ഫ്യൂച്ചർ ടെസ്റ്റിൽ ഡെയിലി ബേസിസിൽ നമ്മൾ ഫ്യൂച്ചർ ടെസ്റ്റ് നടത്തണം. ഓക്കെ, ഇപ്പം ഞാൻ വാറ്റിൽ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഫ്യൂച്ചർ ടെസ്റ്റ് നടത്തണം. അപ്പോൾ ഈ ഫ്യൂച്ചർ ടെസ്റ്റിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിങ് 30 ഡേയ്സിലെ ടാക്സബിൾ സപ്ലൈസ് 90,000 ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതിൽ കമ്മിങ് 30 ഡേയ്സിലെ മാത്രമാണ്. അപ്പോൾ ഇതൊരു എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വാറ്റിൽ രജിസ്റ്റേർഡ് അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് മുതൽ കമ്മിങ് 30 ഡേയ്സിലെ എൻ്റെ ടാക്സബിൾ സപ്ലൈസ് എത്രയാണെന്നൊന്ന് നോക്കും, എസ്റ്റിമേറ്റ് ഒന്നെടുക്കും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് അത് 90,000 ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കമ്പൽസറി ആയിട്ട് വാറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്നാണോ ടെസ്റ്റ് നടത്തുന്നത് അന്ന് മുതൽ 30 ഡേയ്സ്, അപ്പോൾ ഇന്നാണ് ഞാൻ ടെസ്റ്റ് നടത്തുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാവണം ഇന്ന് ഞാൻ ഫ്യൂച്ചർ ടെസ്റ്റ് നടത്തി, കമ്മിങ് 30 ഡേയ്സിൽ എൻ്റെ ടാക്സബിൾ സപ്ലൈസ് 90,000 ക്രോസ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഞാൻ ഇന്ന് മുതൽ 30 ഡേയ്സിനുള്ളിൽ HMRCനെ നോട്ടിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇന്ന് മുതൽ തന്നെ എനിക്ക് വാറ്റിൻ്റെ രജിസ്ട്രേഷൻ HMRC തരും. ഓക്കെ, ഇന്ന് മുതൽ തന്നെ അതിൻ്റെ എഫക്റ്റീവ്ലി ഞാൻ വാറ്റിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ ടെസ്റ്റ്.
അപ്പോൾ ഫ്യൂച്ചർ ടെസ്റ്റിൽ ടെസ്റ്റ് നടത്തുന്ന അന്ന് തൊട്ട് തന്നെ എന്ത് കിട്ടും? വാറ്റ് രജിസ്ട്രേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചർ ടെസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഭയങ്കര കുറവാണ്. കാരണം ഒരു 30 ഡേയ്സിൽ മാത്രം ടാക്സബിൾ സപ്ലൈസ് 90,000 ക്രോസ് ചെയ്യണ്ടേ. അപ്പോൾ ഈ 90,000 പൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് എമൗണ്ടാണ്. 90,000 പൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 1 CR വരും നമ്മുടെ ഇന്ത്യൻ റുപ്പീസ്. ഓക്കെ, അപ്പോൾ അത്രയും വലിയ എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ ടെസ്റ്റ് മിക്കപ്പോഴും എക്സാമിന് ടെസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് ആണ് എപ്പോഴും ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും നേരം മെൻഷൻ ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, ടാക്സബിൾ സപ്ലൈ. അപ്പോൾ എന്താണ് ഈ ടാക്സബിൾ സപ്ലൈ? ടാക്സബിൾ സപ്ലൈ എന്നുള്ള സംഭവം നമുക്ക് വാറ്റിൽ പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യാനുള്ള ഒരു സംഗതിയാണ്. ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീറോ റേറ്റഡ് സപ്ലൈയും സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈയും കൂടി കൂട്ടിയിട്ടുള്ള സപ്ലൈസിനെയാണ് ടാക്സബിൾ സപ്ലൈ എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഞാൻ 3 പ്രൊഡക്ട്സും കമ്പനിയിൽ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് സപ്ലൈ ഉണ്ടെങ്കിൽ സീറോ റേറ്റഡ് സപ്ലൈ വിറ്റിട്ട് എത്ര എമൗണ്ട് കിട്ടി, സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈ വിറ്റിട്ട് എത്ര എമൗണ്ട് കിട്ടി, ഇതിൻ്റെ സം എമൗണ്ട് ആണ് എൻ്റെ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, എക്സംപ്റ്റഡ് സപ്ലൈ ഒഴികെയുള്ള സപ്ലൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്പൽസറി രജിസ്ട്രേഷൻ്റെ സിറ്റുവേഷൻ. ഇനി വോളണ്ടറി രജിസ്ട്രേഷൻ ഉണ്ട്. വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വാറ്റിൽ രജിസ്റ്റർ ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ട്, എനിക്കിപ്പോൾ ഈ 90,000 ഒന്നും എനിക്ക് ടാക്സബിൾ സപ്ലൈസ് ഇല്ല, എനിക്കൊരു 20,000 30,000 ടാക്സബിൾ സപ്ലൈസ് ഉള്ളൊരു ബിസിനസ് ഉണ്ട്. എനിക്ക് വാറ്റിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് പോസിബിൾ ആണ്. ഓക്കെ, അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എനി വൺ ക്യാൻ രജിസ്റ്റർ വളണ്ടർലി ഫോർ വാറ്റ്. അപ്പോൾ വളണ്ടർലി വാറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പേർപ്പസ് എന്തായിരിക്കും? ഇപ്പം ഞാൻ വാറ്റിൽ വളണ്ടർലി രജിസ്റ്റർ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പേർപ്പസ് പല പേർപ്പസുകൾ ഉണ്ടാവും. അപ്പോൾ അതിലെ ഒരു പ്രൈം പേർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ വാറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അഡീഷണൽ എമൗണ്ട്, ശരിക്കും വാറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഇപ്പോൾ ഒന്ന് വിചാരിച്ചു നോക്കി, ഞാനിപ്പോൾ വാറ്റിൽ രജിസ്റ്റേർഡ് അല്ലാതെ ഒരു ബിസിനസ് ചെയ്യുന്നു. ഓക്കെ, രജിസ്റ്റേർഡ് അല്ല ഞാൻ. അപ്പോൾ എൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് ഞാനൊരു വാറ്റ് കൊടുക്കുന്നുണ്ടാവും. എൻ്റെ ബിസിനസ്സിലേക്ക് എന്ത് മേടിച്ചാലും ഞാൻ വാറ്റ് കൊടുക്കണ്ടേ? അപ്പോൾ അതെൻ്റെ ഇൻപുട്ട് വാറ്റാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് ഞാൻ വാറ്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ ഇൻപുട്ട് വാറ്റ് എനിക്ക് റീഫണ്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ അതേപോലെ ഞാൻ വാറ്റിൽ രജിസ്റ്റേർഡ് അല്ലാത്തത് കൊണ്ട് ഔട്ട്പുട്ട് വാറ്റ് എനിക്ക് കളക്ട് ചെയ്യാൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ വാറ്റ് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഇൻപുട്ട് വാറ്റ് റീക്ലെയിം ചെയ്യാനും പറ്റില്ല. ഞാൻ സെയിൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വാറ്റ് കളക്ട് ചെയ്യാൻ വേണ്ട. ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ വൺസ് വാറ്റിൽ രജിസ്റ്റർ ചെയ്തു എന്ന് വിചാരിക്കും. വാറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സിലേക്ക് വരുന്ന ഇൻപുട്ട് വാറ്റുകൾ, ഓക്കെ, ഞാൻ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന വാറ്റ് എനിക്ക് റീഫണ്ട് മേടിക്കാൻ പറ്റും. ഇനി ഞാൻ എൻ്റെ സെയിൽസ് നടത്തുമ്പോൾ എൻ്റെ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഞാൻ വാറ്റ് മേടിക്കും. ആ വാറ്റ് ഞാൻ HMRCക്ക് കൊടുത്താൽ മതി. അപ്പോൾ വാറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും പോകുന്നില്ല. വാറ്റിൽ രജിസ്റ്റേർഡ് ആയിക്കഴിഞ്ഞാൽ കസ്റ്റമർ എൻ്റെ കടയിൽ വന്നിട്ട് ഒരു സാധനം മേടിക്കുന്നു, അയാൾ വാറ്റ് തരുന്നു. ഈ വാറ്റ് ഞാൻ HMRCക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ വാറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ഇൻപുട്ട് വാറ്റുകൾ എനിക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ വളണ്ടറിലി രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് ഇൻപുട്ട് വാറ്റ് റീക്ലെയിം ചെയ്യാന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ സൈസ്, നമ്മളിപ്പോൾ ചെറിയ ബിസിനസ് ആണെങ്കിലും വാറ്റിലൊക്കെ രജിസ്റ്റേർഡ് ആണ് എന്ന് കാണുമ്പോൾ നമ്മുടെ ബിസിനസ് ഒരു ബിഗർ സൈസാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നാം. ഓക്കെ, അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വളണ്ടറി രജിസ്ട്രേഷന് പല പർപ്പസുകൾ ഉണ്ട്. ഓക്കെ, എക്സ്പോർട്ട് ഡ്യൂട്ടി സീറോ റേറ്റ്, അതായത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാം സീറോ റേറ്റഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്താലും, നമ്മളിപ്പോൾ UK സെല്ല് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള സാധനമാണെങ്കിലും എക്സംപ്റ്റ് റേറ്റഡ് ആണെങ്കിലും അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് സീറോ റേറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് HMRC എടുത്തിരിക്കുന്ന ഒരു പോളിസിയാണ് അത്. ഓക്കെ, അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ അത് സീറോ റേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ UK എന്നൊരു പ്രൊഡക്റ്റ്, ഞാനിപ്പോൾ UK ഒരു ട്രേഡറാണ്. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് ഇന്ത്യയിലുള്ള ഒരാൾക്ക് വിൽക്കണം. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരാൾ നോക്കുക, അയാൾക്ക് വേണ്ട ഈ പ്രൊഡക്റ്റ് ഏതൊക്കെ കൺട്രീസിലുണ്ട്. അപ്പോൾ അയാൾ നോക്കുമ്പോൾ UK ഈ പ്രൊഡക്റ്റ് ഉണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയയിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, UK എൻ്റെ കമ്പനിയിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ട്, ഓസ്ട്രേലിയയിലുള്ള ഒരു കമ്പനിയിലും പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള കസ്റ്റമർ എന്താണ് പിന്നെ ആലോചിക്കുക? അപ്പോൾ രണ്ട് പ്രൊഡക്റ്റുകൾ ഓൾമോസ്റ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ പിന്നെ അയാളുടെ കൺസേൺ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസ് ആയിരിക്കും. അപ്പോൾ UK മേടിക്കുമ്പോഴാണോ ഓസ്ട്രേലിയയിൽ നിന്ന് മേടിക്കുമ്പോഴാണോ പ്രൈസ് കുറവ്, അത് അവർ നോക്കും. അപ്പോൾ UK
ഞാൻ ഉണ്ടാക്കി വിൽക്കുന്ന ഈ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ സീറോ റേറ്റഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ സീറോ റേറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള ഒരു കസ്റ്റമർക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അത് എക്സ്പോർട്ടായി. അപ്പോൾ അത് സീറോ റേറ്റഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ത്യയിലുള്ള കസ്റ്റമറുടെ അടുത്ത് ഞാൻ വാറ്റ് മേടിക്കണ്ട. ഇപ്പോൾ വാറ്റിൻ്റെ എമൗണ്ട് ഒഴിവാക്കി കിട്ടും. ഇപ്പോൾ 1,00,000 ഞാൻ വിൽക്കുന്ന അസറ്റ് ആണെങ്കിൽ അതിന് വാറ്റും കൂടി വരുമ്പോൾ 1,00,000 അസറ്റ് 120,000 ആവും. അപ്പോൾ ആ വാറ്റിൻ്റെ എലമെൻറ്റ് ഒഴിവാവും സീറോ റേറ്റഡ് ആകുമ്പോൾ. ആൻഡ് ദി സെയിം ടൈം അത് റിലേറ്റഡ് ആയിട്ട് വന്ന് ഇൻപുട്ട് വാറ്റ് എനിക്ക് റിക്കവറി ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കോസ്റ്റ് കുറയും. അപ്പോൾ കോസ്റ്റ് കുറയുമ്പോൾ എനിക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ അത്രയും കുറവ് വരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ പ്രൈസ് കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ സ്വാഭാവികമായിട്ടും ആ എക്സ്പോർട്ട് കൂടും. അപ്പോൾ എല്ലാ കൺട്രീസും എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്ത് ഇമ്പോർട്ട് കുറയ്ക്കുക എന്നുള്ള പോളിസി ആയിരിക്കും എടുക്കുക. അതിന് വേണ്ടിയിട്ട് HMRC എടുത്തിരിക്കുന്നതാണ് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് സീറോ റേറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു പോളിസി. ഓക്കെ, പിന്നെ ഉള്ളത് ഗ്രൂപ്പ് രജിസ്ട്രേഷൻ ആണ്. ഗ്രൂപ്പ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അസോസിയേറ്റഡ് കമ്പനീസ് ഉണ്ടല്ലോ, അതായത് ഈ പാരന്റ് സബ്സിഡറി ആ ഗ്രൂപ്പിലുള്ള കമ്പനീസ് ആകുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാ കമ്പനീസും വാറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ 10 കമ്പനീസ് ഉണ്ടെങ്കിൽ 10 കമ്പനീസും പോയിട്ട് ഇൻഡിവിജ്വലി വാറ്റിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ആ ഗ്രൂപ്പിന് ഒരു രജിസ്ട്രേഷൻ മതി. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പിന് ഒറ്റ ഒരു രജിസ്ട്രേഷൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രൂപ്പിൽ 10 കമ്പനീസിനും കൂടിയിട്ടൊരു റെപ്രസെൻറ്റേറ്റീവ് കമ്പനി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് കമ്പനി ആരും ആകാം, പാരന്റോ സബ്സിഡറിയോ സബ്സിഡറിയോ ഏത് കമ്പനിയും ക്യാൻ ബി എ റെപ്രസെൻറ്റേറ്റീവ് കമ്പനി. അത് ആ ഗ്രൂപ്പാണ് തീരുമാനിക്കുക. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള എല്ലാ ബാക്കിയുള്ള കമ്പനീസിൻ്റെയും ഔട്ട്പുട്ട് വാറ്റിൻ്റെയും ഇൻപുട്ട് വാറ്റിൻ്റെയും ഡീറ്റെയിൽസ് ഈ റെപ്രസെൻറ്റേറ്റീവ് കമ്പനി കളക്ട് ചെയ്യും. എന്നിട്ട് ഒന്നിച്ച് ഒരു വാറ്റ് റിട്ടേൺ ആയിട്ട് HMRCക്ക് സബ്മിറ്റ് ചെയ്യും, ഒന്നിച്ചൊരു പേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഓരോ കമ്പനീസും വാറ്റ് കമ്പ്യൂട്ട് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പ് രജിസ്ട്രേഷൻസ് എടുക്കാം. അപ്പോൾ ഈ ഗ്രൂപ്പ് രജിസ്ട്രേഷൻ്റെ അഡ്വാൻറ്റേജസ് ഒന്ന് സ്റ്റഡി ഹബ് ഒന്ന് റെഫർ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കി വെക്കുക ഗ്രൂപ്പ് രജിസ്ട്രേഷൻ്റെ. അപ്പോൾ ഇത്രയാണ് രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ രജിസ്ട്രേഷൻ എക്സാമിന് എന്തായാലും ചോദിക്കും, എല്ലാ സെഷനിലും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ വാറ്റിൻ്റെ രജിസ്ട്രേഷൻ. ഇനി അതേപോലെ വാറ്റിൻ്റെ ഡീരജിസ്ട്രേഷൻ ഉണ്ട്. ഇപ്പോൾ വാറ്റിൽ നിന്ന് എപ്പോഴാണ് ഒരാൾ ഡീരജിസ്റ്റർ ചെയ്യുക? ഇപ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്കൊരു സംശയം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരാളുടെ ടാക്സബിൾ സപ്ലൈ 90,000 ക്രോസ് ചെയ്താൽ കമ്പൽസറി ആയിട്ട് വാറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് 12 മന്തിലെ ടാക്സബിൾ സപ്ലൈസ് 90,000 ക്രോസ് ചെയ്ത് വാറ്റിൽ രജിസ്റ്റർ ചെയ്തു. പിന്നീട് ഈ 90,000 താഴേക്ക് പോയാൽ വാറ്റിൽ നിന്ന് ഡീരജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ വൺസ് നമ്മൾ വാറ്റിൽ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ സപ്ലൈസ് കുറഞ്ഞു എന്ന് വെച്ച് നമ്മൾ വാറ്റിൽ നിന്ന് ഡീരജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വൺസ് വാറ്റിൽ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ ഡീരജിസ്റ്റർ ചെയ്യുന്നത് വരെ വാറ്റിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡീരജിസ്ട്രേഷനും 2 സിറ്റുവേഷൻസ് ഉണ്ട്. കമ്പൽസറി ഡീരജിസ്ട്രേഷൻ ഉണ്ട്, അതേപോലെ വോളണ്ടറി ഡീരജിസ്ട്രേഷനും ഉണ്ട്. ഓക്കെ, കമ്പൽസറി ആൻഡ് വോളണ്ടറി ഡീരജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഒരാൾ കമ്പൽസറി ആയിട്ട് വാറ്റിൽ നിന്ന് ഡീരജിസ്റ്റർ ചെയ്യേണ്ടത്? അത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ഞാൻ എക്സംപ്റ്റ് പ്രൊഡക്റ്റ്, സീറോ റേറ്റഡ് പ്രൊഡക്റ്റ്, സ്റ്റാൻഡേർഡ് റേറ്റഡ് പ്രൊഡക്റ്റ്, ഈ 3 പ്രൊഡക്റ്റുകൾ ഞാൻ എൻ്റെ കമ്പനിയിൽ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വാറ്റിൽ രജിസ്ട്രേഷൻ എടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സീറോ റേറ്റഡ് സപ്ലൈയും എക്സംപ്റ്റ് സപ്ലൈയും സീറോ റേറ്റഡ് സപ്ലൈയും സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈയുടെയും പരിപാടി നിർത്തി. ഇപ്പോൾ ഞാൻ എക്സംപ്റ്റ് സപ്ലൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എക്സംപ്റ്റ് സപ്ലൈയുടെ പ്രത്യേകത എന്തായിരുന്നു? എക്സംപ്റ്റ് സപ്ലൈ ഞാൻ സെയിൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വാറ്റ് കസ്റ്റമറുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാൻ പാടില്ല. സെയിം ടൈം ഇൻപുട്ട് വാറ്റ് എനിക്ക് റിക്കവർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഔട്ട്പുട്ട് വാറ്റ് കളക്ട് ചെയ്യാനും പറ്റില്ല, ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാനും പറ്റില്ല. പിന്നെ എനിക്ക് എന്തിനാണ് ഒരു രജിസ്ട്രേഷൻ, അല്ലേ? അപ്പോൾ എക്സംപ്റ്റ് സപ്ലൈ മാത്രം ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ, അതായത് ടാക്സബിൾ സപ്ലൈ ചെയ്യാത്ത ആൾക്കാർ കമ്പൽസറി ആയിട്ട് വാറ്റിൽ നിന്ന് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഇനി അതേപോലെ ആർക്കാണ് വോളണ്ടറിലി വാറ്റിൽ നിന്ന് ഡീരജിസ്റ്റർ ചെയ്യേണ്ടി വരിക? അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ടാക്സബിൾ സപ്ലൈസ് ഇൻ കമ്മിങ് 12 months, അതായത് എൻ്റെ വരാൻ പോകുന്ന 12 മന്തിലെ ടാക്സബിൾ സപ്ലൈയുടെ ഒരു എസ്റ്റിമേറ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ വരാൻ പോകുന്ന 12 മന്തിൽ എൻ്റെ ടാക്സബിൾ സപ്ലൈ ഒരു 88,000 ബിലോ ആണെങ്കിൽ, ഓക്കെ, ബിലോ 88,000 ആണ്
എൻ്റെ ടാക്സബിൾ സപ്ലൈ ഇൻ കമ്മിങ് 12 മന്തിലെങ്കിൽ എനിക്ക് വാറ്റിൻ്റെ രജിസ്ട്രേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഡീരജിസ്റ്റർ ചെയ്യാം. ഇപ്പം എനിക്ക് തോന്നുന്നു വാറ്റിൽ ഇനി രജിസ്ട്രേഷൻ വേണ്ട, ഡീരജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഡീരജിസ്ട്രേഷന് വേണ്ടി HMRCയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ HMRC പറയും കമ്മിങ് 12 മന്തിലെ ടാക്സബിൾ സപ്ലൈ 88,000 താഴെയാണോ, ആണെങ്കിൽ യു ക്യാൻ വോളണ്ടറിലി ഡീരജിസ്റ്റർ, അതർവൈസ് ഡീരജിസ്റ്റർ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീരജിസ്ട്രേഷൻ്റെ സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ രജിസ്ട്രേഷനും ഡീരജിസ്ട്രേഷനും നോക്കി വെക്കാം. അതിൽ രജിസ്ട്രേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ. എല്ലാ എക്സാംസിനും രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ പ്രീ രജിസ്ട്രേഷൻ ഇൻപുട്ട് വാറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഇതും മിക്കവാറും എല്ലാ എക്സാമിനും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മോസ്റ്റ് ഓഫ് നമ്മുടെ സെക്ഷൻ ബിയിൽ ഒരു ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഇത് ചോദിക്കാറുണ്ട്, പ്രീ രജിസ്ട്രേഷൻ ഇൻപുട്ട് വാറ്റ്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കേസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷമുള്ള ഇൻപുട്ട് വാറ്റ് അല്ലേ റീക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വാറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നു, വാറ്റിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എൻ്റെ ബിസിനസ്സിലേക്ക് വരുന്ന ഇൻപുട്ട് വാറ്റുകൾ എനിക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ HMRC അതിലൊരു എക്സംഷൻ തരുന്നുണ്ട്. നമ്മളിപ്പോൾ വാറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപേ ഉള്ള ഇൻപുട്ട് വാറ്റുകളും നമുക്ക് റീക്ലെയിം ചെയ്യാം. അത് ഗുഡ്സിൻ്റെ മേലെയുള്ള ഇൻപുട്ട് വാറ്റും റീക്ലെയിം ചെയ്യാം, സർവീസസിൻ്റെ മേലെയുള്ള ഇൻപുട്ട് വാറ്റും റീക്ലെയിം ചെയ്യാം. അപ്പോൾ അതിന് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗുഡ്സിൻ്റെ മേലെ ഞാനിപ്പോൾ വാറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഈ മാസമാണെന്ന് വിചാരിക്കും. ഈ മന്തിൽ ഞാൻ വാറ്റിൽ രജിസ്റ്റർ ചെയ്തു, പക്ഷേ ഇതിന് മുമ്പേ എനിക്ക് ബിസിനസ് ഉണ്ട്. ഓക്കെ, ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, പക്ഷേ വാറ്റിൽ രജിസ്റ്റർ ചെയ്തത് ഈ മാസമാണ്. അപ്പോൾ ഇതിന് മുൻപുള്ള പർച്ചേസുകളിലൊക്കെ ഞാൻ വാറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയിലേക്ക് സാധനങ്ങൾ മേടിക്കുമ്പോൾ എനിക്ക് ഇൻപുട്ട് വാറ്റ് വന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആ ഇൻപുട്ട് വാറ്റ് എനിക്ക് റീക്ലെയിം ചെയ്യാം. അതിന് ഈ 3 കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. ഒന്ന്, ഗുഡ്സ് അക്വേർഡ് ഇൻ 4 years പ്രയർ ടു രജിസ്ട്രേഷൻ. അതായത് രജിസ്ട്രേഷന് മുൻപ് 4 years വന്നിട്ടുള്ള ഗുഡ്സിൻ്റെ മേലുള്ള ഇൻപുട്ട് വാറ്റുകൾ നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. 4 കൊല്ലത്തിനുള്ളിലായിരിക്കണം ഗുഡ്സ് നമ്മൾ മേടിച്ചത്. രജിസ്ട്രേഷന് മുമ്പ് 4 കൊല്ലത്തിൽ. അത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത ഗുഡ്സ് ആയിരിക്കണം. ഓക്കെ, അത് സ്റ്റിൽ ഇൻ യൂസ് ആയിരിക്കണം. അതായത് ഇപ്പോഴും, അതായത് രജിസ്ട്രേഷൻ്റെ സമയത്തും ആ അസറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവണം. ഇപ്പോൾ രജിസ്ട്രേഷന് മുമ്പേ തന്നെ അസറ്റ് മേടിച്ചോ നശിച്ചു പോവുക കൺസ്യൂം ചെയ്ത് കഴിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ആയിട്ട് റീക്ലെയിം ചെയ്യാൻ പറ്റില്ല. രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ ആ അസറ്റ് വേണം. ഇനി സർവീസസിൻ്റെ മേലെയുള്ള ഇൻപുട്ട് വാറ്റും ഇതേപോലെ നമുക്ക് റീക്ലെയിം ചെയ്യാം, പക്ഷെ അതിന് സർവീസസ് അക്യൂർഡ് ഇൻ 6 months. അതായത് രജിസ്ട്രേഷൻ 6 months മുമ്പിൽ, ഇന്ന് ഈ മാസമാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഈ മാസത്തിൻ്റെ മുമ്പ് 6 മാസം വരെ അക്യൂർ ചെയ്ത സർവീസസിൻ്റെ മേലുള്ള ഇൻപുട്ട് വാറ്റുകൾ നമുക്ക് ആഫ്റ്റർ രജിസ്ട്രേഷൻ റീക്ലെയിം ചെയ്യാം. അത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് അക്യൂർ ചെയ്ത ഇതായിരിക്കണം, എന്താ, സർവീസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷന് മുൻപേ നമുക്ക് ഇൻക്വയറി ചെയ്തിട്ടുള്ള ഇൻപുട്ട് വാറ്റുകൾ ഗുഡ്സിൻ്റെ മേലെയുള്ളതും സർവീസസിൻ്റെ മേലെയുള്ളതും റീക്ലെയിമബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് മിക്കവാറും എല്ലാ സെഷൻസിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. യെസ്, റിക്കവറി ഓഫ്. പിന്നെ അതേപോലെ ചില വാറ്റുകൾ ഇറിക്കവറബിൾ ആണ്. ഓക്കെ, ചില വാറ്റുകൾ നമുക്ക് ഇൻക്വയറി ചെയ്ത് കഴിഞ്ഞാലും അത് റീക്ലെയിം ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഈ നോൺ ബിസിനസ് യൂസിന് വേണ്ടിയിട്ട് മേടിക്കുന്ന അസറ്റ്. കോമൺ സെൻസ്, അതായത് നമ്മുടെ ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്ലാതെ നമ്മളൊരു അസറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാറ്റ് നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ ഇൻപുട്ട് വാറ്റ് റീക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബിസിനസ് യൂസ് അസറ്റ്സിൻ്റെ മാത്രം ഇൻപുട്ട് വാറ്റ് റീക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ പുതിയ കാറുകൾ മേടിക്കുമ്പോൾ, അതായത് നമ്മൾ പുതിയൊരു കാറ് മേടിച്ചു, കാറ് മേടിക്കുമ്പോൾ എന്തായാലും ഒരു വാറ്റ് വരൂലേ? ആ കാറിന് പ്രൈവറ്റ് യൂസ് ഉണ്ടെങ്കിൽ ആ കാറിൻ്റെ ഇൻപുട്ട് വാറ്റ് റീക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഞാനൊരു കാർ മേടിക്കുന്നു ബിസിനസ്സിലേക്ക്, ആ കാറിന് എന്തെങ്കിലും ഒരു പ്രൈവറ്റ് യൂസ് ഉണ്ടാവുമെങ്കിൽ ആ കാറിൻ്റെ വാറ്റ്, ഇൻപുട്ട് വാറ്റ് റീക്ലെയിം ചെയ്യാൻ പറ്റൂല. അത് പ്രൈവറ്റ്ലി യൂസ് ചെയ്യുന്നത് എംപ്ലോയറോ എംപ്ലോയിയോ ആരായാലും പ്രൈവറ്റ്ലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് വാറ്റ് റീക്ലെയിമബിൾ അല്ല. ഓക്കെ, ഇനി അതേപോലെ ലീസ്ഡ് കാറാണെങ്കിൽ, ഇപ്പോൾ കാർ ഞാൻ സ്വന്തമായിട്ട് മേടിക്കുന്നതല്ല, കാറ് ബിസിനസ്സിലേക്ക് ലീസിന് എടുക്കുന്നു. അപ്പം ലീസിന് ഒരു കാർ എടുക്കുമ്പോൾ ലീസിൻ്റെ എമൗണ്ട് ഞാൻ കൊടുക്കണ്ടേ?
ആ ലീസിന്റെ എമൗണ്ട് കൊടുക്കുമ്പോൾ അതും ഒരു വാറ്റും കൂടി കൂട്ടിയിട്ടല്ലേ ഞാൻ ലീസിന്റെ എമൗണ്ട് കൊടുക്കുക. അപ്പൊ കാറ് ഞാൻ ലീസിന് എടുക്കുമ്പോഴും ഒരു വാറ്റ് വരും. ആ ഇൻപുട്ട് വാറ്റിന്റെ 50% റീക്ലെയിമബിൾ ആണ്, 50% ഇറിക്കവറബിൾ ആണ്. ഓക്കെ, അപ്പൊ കാർ ലീസിന് എടുക്കുമ്പോൾ വരുന്ന ഇൻപുട്ട് വാറ്റിന്റെ 50% ഇറിക്കവറബിൾ ആണ്, 50% റിക്കവറബിൾ ആണ്. പിന്നെ അതേപോലെ ബിസിനസ്സിൽ വരുന്ന എന്റർടൈൻമെന്റ്സിന്റെ ഒന്നും ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാൻ പറ്റില്ല, എക്സെപ്റ്റ് സ്റ്റാഫിന്റെയും ഓവർസീസ് കസ്റ്റമറുടെയും എന്റർടൈൻമെന്റ്. ഓക്കെ, അപ്പൊ സ്റ്റാഫിന് കൊടുക്കുന്ന എന്റർടൈൻമെന്റിന്റെ ഇൻപുട്ട് വാറ്റും ഓവർസീസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന എന്റർടൈൻമെന്റ് ഇൻപുട്ട് വാറ്റും നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും. ഇതല്ലാതെയുള്ള ഒരു എന്റർടൈൻമെന്റ്സിന്റെയും ഇൻപുട്ട് വാറ്റ് റീക്ലെയിമബിൾ അല്ല, അത് ഇറിക്കവറബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് ഇറിക്കവറബിൾ ഇൻപുട്ട് വാറ്റുകൾ ഉണ്ട്. യെസ്. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ വാറ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, വാറ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വാറ്റിന്റെ പീരീഡ്. അത് തന്നെ വാറ്റിന്റെ പീരീഡ് എങ്ങനെയാണ്? അപ്പൊ വാറ്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് നോർമൽ കേസിൽ വാറ്റിന്റെ പീരീഡ് ഒരു ക്വാർട്ടർ ആണ്. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 3 months, 3 മാസത്തിലാണ് വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനൊരു ഫിക്സ്ഡ് 3 മാസം 3 months ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ മാസമാണ് വാറ്റിൽ രജിസ്റ്റേർഡ് ആവുന്നതെങ്കിൽ നവംബർ, ഡിസംബർ, ജാനുവരി, ഇതാണ് എൻ്റെ വാറ്റിന്റെ പീരീഡ്. ഓക്കെ, അപ്പൊ അടുത്ത വാറ്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് ഫെബ്രുവരി മുതൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇതാണ് എൻ്റെ അടുത്ത വാറ്റിന്റെ പീരീഡ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ്ലി ഉള്ള 3 months വാറ്റിൽ രജിസ്റ്റേർഡ് ആവുന്ന അന്ന് മുതൽ 3 months ആണ് വാറ്റിന്റെ പീരീഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ക്വാർട്ടർലി ആണ് വാറ്റ് നോർമലി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഓരോ ക്വാർട്ടർ കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ ക്വാർട്ടർ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഫെബ്രുവരി ടു ഏപ്രിൽ എൻ്റെ വാറ്റിന്റെ ഒരു ക്വാർട്ടറാണ്, അതാണ് വാറ്റിന്റെ പീരീഡ്. അപ്പൊ ഈ ഒരു വാറ്റിന്റെ പീരീഡിൽ എനിക്ക് എത്ര ഔട്ട്പുട്ട് വാറ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും, എത്ര ഇൻപുട്ട് വാറ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. ഔട്ട്പുട്ട് വാറ്റിൽ നിന്ന് ഇൻപുട്ട് വാറ്റ് ഞാൻ മൈനസ് ചെയ്യും, വാറ്റ് പേയബിൾ ഞാൻ കണ്ടുപിടിക്കും. ഈ വാറ്റ് പേയബിൾ ഞാൻ HMRCക്ക് കൊടുക്കണം. അപ്പൊ HMRCക്ക് കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, വാറ്റ് റിട്ടേൺ. അപ്പൊ വാറ്റ് ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം, അതേപോലെ പേയ്മെന്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓരോ ക്വാർട്ടർ കഴിയുമ്പോൾ ആ കഴിഞ്ഞ ക്വാർട്ടറിൽ എത്രയാണ് എൻ്റെ വാറ്റ് എന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആ വാറ്റ് ഞാൻ HMRCക്ക് പേ ചെയ്യാൻ വേണം. അപ്പോൾ ഈ വാറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻപുട്ട് വാറ്റും ഔട്ട്പുട്ട് വാറ്റും കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടേഷനാണ് വാറ്റ് റിട്ടേൺ എന്ന് പറയുക. അപ്പോൾ അത് ഫയൽ ചെയ്ത് HMRCക്ക് ഈ എമൗണ്ട് ഓരോ ക്വാർട്ടറിലെയും വാറ്റ് പേ ചെയ്യാനായിട്ട് കിട്ടുന്ന സമയം 1 month and 7 days ആണ്. അപ്പോൾ ഓരോ ക്വാർട്ടറും കഴിഞ്ഞ് 1 month and 7 daysനുള്ളിൽ വാറ്റ് റിട്ടേണും ഫയൽ ചെയ്യണം, വാറ്റിന്റെ പേയ്മെന്റും ചെയ്യണം. അപ്പൊ നമ്മുടെ എക്സാമ്പിളിൽ നമുക്ക് ഫെബ്രുവരി ടു ഏപ്രിൽ 26 ആണ് നമ്മുടെ വാറ്റിന്റെ പീരീഡ്. അപ്പൊ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇതാണ് പീരീഡ്. അപ്പൊ ആ പീരീഡിലെ വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്ത് പേയ്മെന്റ് ചെയ്യേണ്ടത് ഏപ്രിൽ കഴിഞ്ഞിട്ട് 1 മാസവും 7 days. അപ്പൊ ഏപ്രിൽ കഴിയുമ്പോൾ മെയ് 1 മാസം, ദെൻ ജൂൺ 7th. അപ്പൊ 7th ജൂൺ 26നുള്ളിൽ ഈ ക്വാർട്ടറിലെ വാറ്റ് ഞാൻ പേ ചെയ്തിരിക്കണം, വാറ്റിന്റെ റിട്ടേൺ ഞാൻ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെല്ലാം ഓൺലൈൻ ആയിട്ടാണ്, വാറ്റിന്റെ പേയ്മെന്റും റിട്ടേൺ ഫയലിംഗ് എല്ലാം ഓൺലൈൻ ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും കാര്യത്തിന് ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ അതിന് HMRC പെനാൽറ്റി മേടിക്കും. ഇപ്പൊ റിട്ടേൺ ഫയൽ ചെയ്യാൻ ലേറ്റ് ആയി. ഓക്കെ, റിട്ടേൺ ഫയൽ ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് HMRC മേടിക്കുന്നത്, റിട്ടേൺ ഫയൽ ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ HMRC ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്വാർട്ടറിലെ റിട്ടേൺ ഫയൽ ചെയ്യാൻ ലേറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും 1 month and 7 daysനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യണമല്ലോ. അപ്പോൾ ഒരു ക്വാർട്ടറിൽ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യാൻ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ആ ഒരു ക്വാർട്ടറിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പെനാൽറ്റി പോയിന്റ്, ഒരു പോയിന്റ് ആഡ് ആവുള്ളൂ. ഞാൻ പെനാൽറ്റി ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ആദ്യം എൻ്റെ അക്കൗണ്ടിൽ ഒരു വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ലേറ്റ് ആയി. അപ്പം അങ്ങനെയാകുമ്പോൾ എനിക്ക് പെനാൽറ്റി ഒന്നും HMRC മേടിക്കൂല. എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പെനാൽറ്റി പോയിന്റ് ആഡ് ആവും. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് എൻ്റെ അക്കൗണ്ടിലേക്ക് ആഡായി. അപ്പോൾ ഈ ഒരു പോയിന്റിന് 2 years ആണ് വാലിഡിറ്റി. ഒരു പോയിന്റിന് 2 കൊല്ലം വാലിഡിറ്റി ഉണ്ട്. അപ്പം 2 കൊല്ലം കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് എക്സ്പയർ ആവും.
അപ്പോൾ ഇനി ഈ ഒരു ക്വാർട്ടറിൽ റിട്ടേൺ ഞാൻ ഫയൽ ചെയ്തു, എനിക്കൊരു പെനാൽറ്റി പോയിന്റ് വന്നു. ദെൻ അടുത്ത ക്വാർട്ടറിലും എനിക്ക് റിട്ടേൺ ഫയൽ ചെയ്ത് ലേറ്റായി. അപ്പം അഗെയിൻ എൻ്റെ പെനാൽറ്റി പോയിന്റ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്നും കൂടി ആഡ് ആവും. ഓക്കെ, അപ്പം എൻ്റെ പെനാൽറ്റി പോയിന്റ് 2 ആയി. ദെൻ അതിനും എന്ത് തന്നെയാണ്, ഓരോ പെനാൽറ്റി പോയിന്റിന്റെയും ഡ്യൂറേഷൻ എക്സ്പയറി 2 ഇയേഴ്സ് ആണ്. അപ്പം അങ്ങനെ ഓരോ ഡിഫോൾട്ടിനും 1 പെനാൽറ്റി പോയിന്റ് വെച്ചിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ആഡ് ആവും. അങ്ങനെ ഈ പെനാൽറ്റി പോയിന്റ് ആഡായി എപ്പോഴാണോ ഇത് 4 പോയിന്റ്സ് ആവുന്നത്, 4 പോയിന്റ്സ് ആവുന്ന സമയത്ത് ഞാൻ 200 പൗണ്ട് പെനാൽറ്റി HMRCക്ക് കൊടുക്കണം. ഇതാണ് പോയിന്റ് ബേസ്ഡ് സിസ്റ്റം. അപ്പോൾ ഓരോ പോയിന്റ് വരുമ്പോൾ, ഇപ്പോൾ ഈ ക്വാർട്ടറിൽ എനിക്ക് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ലേറ്റ് ആയി. അപ്പോൾ എൻ്റെ പെനാൽറ്റി പോയിന്റ് 1 എൻ്റെ അക്കൗണ്ടിൽ കയറി. അപ്പോൾ നോക്കും, ഈ ക്വാർട്ടറിൻ്റെ മുതൽ കഴിഞ്ഞ 2 വർഷം എടുക്കും. ഈ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴൊക്കെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ട് നോക്കും. അപ്പോൾ അവിടുത്തെ ഓരോ തവണ ലേറ്റ് ആയിട്ടുള്ള അവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ക്വാർട്ടറിൻ്റിലേക്ക് ആകുമ്പോൾ 4 പോയിന്റ് ആവും നോക്കും. അപ്പോൾ ഈ ക്വാർട്ടറിൽ 200 പൗണ്ട് കൊടുക്കേണ്ടി വരും 4 പോയിന്റ് ആയാൽ. ഓക്കെ, അപ്പോൾ ഓരോ ഡിഫോൾട്ടിനും ഒരു പെനാൽറ്റി പോയിന്റ് ആഡ് ആവും. ദെൻ ഓരോ പെനാൽറ്റി പോയിന്റും ആഡായി എപ്പോഴാണോ അത് 4 പോയിന്റ് ആവുന്നത്, ഇപ്പോൾ ഒരു പോയിന്റ് ആയി കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത ഡിഫോൾട്ട് വരുന്നതെങ്കിൽ, 2 കൊല്ലം കഴിയുമ്പോൾ ഈ ക്വാർട്ടറിൽ വന്ന പെനാൽറ്റി പോയിന്റ് എക്സ്പയർ ആയല്ലോ. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത ഡിഫോൾട്ട് വരുന്നതെങ്കിൽ വീണ്ടും 1 തൊട്ട് തന്നെയാണ് തുടങ്ങുക. ഓക്കെ, അപ്പോൾ വൺസ് ഈ പെനാൽറ്റി പോയിന്റ് 4 ആയി കഴിഞ്ഞാൽ നമ്മൾ 200 പൗണ്ട് പെനാൽറ്റി HMRCക്ക് കൊടുക്കണം. ദെൻ ഈ 200 പൗണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള 12 മന്ത്സ് നമ്മൾ പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 200 ഞാൻ കൊടുത്തു 4 പെനാൽറ്റി പോയിന്റ് ആയിട്ട്. പിന്നീടുള്ള 12 മന്ത് എന്ന് പറയുമ്പോൾ 4 ക്വാർട്ടർ, പിന്നീടുള്ള 4 ക്വാർട്ടറിൽ എപ്പോഴൊക്കെ ഡിഫോൾട്ട് വന്നാലും ഞാൻ 200 തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്വാർട്ടറിൽ എനിക്കൊരു പെനാൽറ്റി പോയിന്റ് 4 ആയി 200 ഞാൻ കൊടുത്തു. അടുത്ത ക്വാർട്ടറിൽ പിന്നെയും ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും 200 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു 200 കൊടുത്തു കഴിഞ്ഞാൽ 4 പീരീഡിനുള്ളിൽ വരുന്ന 4 ക്വാർട്ടറിൽ ഡിഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും 200 കൊടുക്കണം. ഓക്കെ, അപ്പം 4 ക്വാർട്ടറും കൂടെ കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞു, വീണ്ടും നമ്മൾ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പോയിന്റ് ബേസ്ഡ് പെനാൽറ്റി സിസ്റ്റം HMRC ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. 4 പെനാൽറ്റി പോയിന്റ് ആകുമ്പോൾ 200 പൗണ്ട് പെനാൽറ്റി. ഓക്കെ, ഇനി അതേപോലെ ഇത് റിട്ടേൺ ഫയൽ ആവുന്നത് ലേറ്റ് ആയാലുള്ള പെനാൽറ്റിയാണ്. പേയ്മെന്റ് ലേറ്റ് ആയ വേറെ പെനാൽറ്റി ഉണ്ട്. റിട്ടേൺ ഫയലിങ്ങും പേയ്മെന്റും രണ്ടും രണ്ട് പരിപാടിയാണ്. അപ്പം ഇനി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ലേറ്റ് ആയാലാണ് ഈ പോയിന്റ് ബേസ്ഡ് പെനാൽറ്റി സിസ്റ്റം. ഇനി പേയ്മെന്റ് ലേറ്റ് ആയാൽ, ഇപ്പം റിട്ടേൺ ഒക്കെ കറക്റ്റായിട്ട് ഫയൽ ചെയ്തു, പൈസ കൊടുക്കാൻ ലേറ്റ് ആയി പോയി. അപ്പം പേയ്മെന്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ അതിന് ചാർജ് ചെയ്യുന്നത് ഈ ഒരു ടേബിളാണ്. അതായത് അപ് ടു 15 ഡേയ്സ് വരെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, പെനാൽറ്റി ഒന്നും മേടിക്കൂല. 16 to 30 ഡേയ്സ് ആണ് ലേറ്റ് ആവുന്നതെങ്കിൽ 2% പെനാൽറ്റി. അതായത് നമ്മുടെ വാറ്റ് കൊടുക്കേണ്ട എത്രയാണോ അതിൻ്റെ 2% പെനാൽറ്റി. മോർ ദാൻ 30 ഡേയ്സ് ലേറ്റ് ആയി കഴിഞ്ഞാൽ 4% ആണ് പെനാൽറ്റി. ഓക്കെ, ഇനി അതിൻ്റെ താഴെ ഡെയിലി പെനാൽറ്റി കണ്ടോ? ആദ്യത്തെ 2 സിറ്റുവേഷനിലും ഡെയിലി പെനാൽറ്റി ഇല്ല. 30 ഡേയ്സിൽ കൂടുതൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഡെയിലി പെനാൽറ്റി 4% ഉണ്ട്. ഓക്കെ, അപ്പോൾ ആനുവൽ 4% എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഞാനൊരു 40 ദിവസം ലേറ്റായി വാറ്റ് കൊടുക്കാൻ. അപ്പോൾ എത്രയാണോ വാറ്റ് കൊടുക്കേണ്ടത് അതിൻ്റെ 4% പെനാൽറ്റി വരും. പിന്നെ ഡെയിലി പെനാൽറ്റിയും വരും. ഡെയിലി പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10 ദിവസമല്ലേ ലേറ്റ് ആയത്, മോർ ദാൻ 30 ഡേയ്സിനേക്കാൾ അല്ല, 40 ഡേയ്സ് ലേറ്റ് ആയിട്ടല്ലേ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ 40 ഡേയ്സിന് ഇയർലി 4% എന്നുള്ള കണക്കിന് ഡെയിലി പെനാൽറ്റി ഉണ്ടാവും. ഓക്കെ, പിന്നെ അതേപോലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കോമൺ ആണ്. അതായത് HMRCക്ക് നമ്മൾ എന്ത് എമൗണ്ട് കൊടുക്കാൻ ലേറ്റ് ആയാലും, ഇതിപ്പോൾ വാറ്റ് അല്ല, ഇൻകം ടാക്സോ IHT കോർപ്പറേഷൻ ടാക്സോ എനി എമൗണ്ട്, HMRCക്ക് എന്ത് എമൗണ്ട് നമ്മൾ കൊടുക്കാൻ ലേറ്റ് ആയാലും അതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് എനിക്ക് തോന്നുന്നു 7.35 ആണെന്ന് തോന്നുന്നു, നമ്മുടെ സെൽഫ് അസസ്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് എല്ലാ പേയ്മെന്റിനും ഉള്ളതാണ്. അപ്പോൾ ഇതാണ് പേയ്മെന്റ് ലേറ്റ് ആയാലുള്ള പെനാൽറ്റി, ഇതാണ്. ഓക്കെ, അപ്പോൾ അതിൽ പോയിന്റ് ബേസ്ഡ് പെനാൽറ്റി ഒന്ന് നോക്കി വെക്കുക, അത് എക്സാമിന് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫയലിംഗ് ലേറ്റ് ആയാലുള്ള പെനാൽറ്റി എക്സാമിന് ടെസ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്ക് നമ്മുടെ ഇമ്പയർമെന്റ് ലോസ് റിലീഫാണ്. ഇമ്പയർമെന്റ് ലോസ് റിലീഫ്.
ഓക്കെ, അപ്പൊ ഇമ്പയർമെന്റ് ലോസ് റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇത്രേ ഉള്ളൂ. ഇമ്പയർമെന്റ് ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാഡ് ഡെപ്റ്റ് ആണ്. നമുക്ക് ഇമ്പയർമെന്റ് ലോസ് FR-ലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. നമുക്ക് ബാഡ് ഡെപ്റ്റ് എന്നുള്ളതിന് നമ്മൾ ടാക്സിൽ യൂസ് ചെയ്യുന്ന ടേമാണ് ഇമ്പയർമെന്റ് ലോസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ്സിൽ ക്രെഡിറ്റ് സെയിലും ക്യാഷ് സെയിലും നടത്തുന്നുണ്ട്. രണ്ട് സെയിൽസും ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ക്വാർട്ടറിൽ ഞാനൊരു 200,000 സെയിൽസ് നടത്തി. ഇതാണ് എൻ്റെ ടോട്ടൽ സെയിൽസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു 40,000 ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കമ്പനിയിൽ എൻ്റെ ബിസിനസ്സിൽ നടന്നത് ക്രെഡിറ്റ് സെയിലാണോ ക്യാഷ് സെയിലാണോ എന്ന് HMRCക്ക് അറിയേണ്ട ആവശ്യമില്ല. സെയിൽ നടന്നിട്ടുണ്ടോ വാറ്റ് HMRCക്ക് കൊടുക്കണം. ഓക്കെ, സെയിൽ നടന്ന് ഇൻവോയ്സ് അടിച്ചിട്ടുണ്ടോ വാറ്റ് HMRCക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ആ പൈസ ഞാൻ കളക്ട് ചെയ്തോ ഇല്ലയോ എന്നൊന്നും HMRC നോക്കൂല. അപ്പോൾ ഇവിടെ 200,000 സെയിൽ നടന്നു, അതിൽ 160,000 എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ, 40,000 ക്രെഡിറ്റ് സെയിലാണ്. അപ്പം ഞാൻ ഔട്ട്പുട്ട് വാറ്റായിട്ട് ഈ ക്വാർട്ടറിൽ കൊടുക്കേണ്ടത്, ഔട്ട്പുട്ട് വാറ്റായിട്ട് ഞാൻ എന്ത് ചെയ്യണം, 200,000 20% HMRCക്ക് കൊടുക്കണം. അപ്പോൾ 40,000 ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ 40,000 ക്രെഡിറ്റ് സെയിൽസ് ആണല്ലോ. ഈ ക്രെഡിറ്റ് സെയിൽസിൽ നടന്ന 40,000 കംപ്ലീറ്റ്ലി എനിക്ക് എൻക്യാഷ് ചെയ്യാൻ പറ്റിയില്ല. ഈ 40,000-ൽ ഒരു 15,000 ബാഡ് ഡെപ്റ്റ് ആയി. ഓക്കെ, ആ സെയിൽ നടത്തിയ ആൾക്കാർ എന്നെ പറ്റിച്ചു. ഈ 15,000 എനിക്ക് കിട്ടിയില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 15,000 പൈസ എനിക്ക് കിട്ടിയിട്ടുമില്ല, ഇതിൻ്റെ വാറ്റ് HMRCക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിന് എനിക്കൊരു റിലീഫ് വേണ്ടേ? അതായത് എനിക്ക് കിട്ടാത്തൊരു എമൗണ്ടിൻ്റെ മേലുള്ള വാറ്റ് ഞാൻ HMRCക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ബട്ട് ഇറ്റ് വാസ് ഓൾറെഡി പെയ്ഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ബാഡ് ഡെപ്റ്റ് ആയിട്ട് എത്ര എമൗണ്ട് വന്നു, ആ എമൗണ്ടിൻ്റെ മേലെ നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര എമൗണ്ടിൻ്റെ മേലെ ഈ 15,000 മേലെയുള്ള ഇൻപുട്ട് വാറ്റ് എത്രയാണോ, 15,000 മേലുള്ള വാറ്റ് ഞാൻ കൊടുത്തത് എത്രയാണോ അതെനിക്ക് ഇൻപുട്ട് വാറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വാർട്ടറിൽ റീക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു റിലീഫ് ഉണ്ട്. നമുക്ക് ക്രെഡിറ്റ് സെയിൽസിൻ്റെ മേലുള്ള വാറ്റ് നമ്മൾ ഓൾറെഡി പേ ചെയ്ത് പിന്നീട് ആ ക്രെഡിറ്റ് സെയിൽസ് ബാഡ് ഡെപ്റ്റ് ആവുകയാണെങ്കിൽ ആ ബാഡ് ഡെപ്റ്റിൻ്റെ മേലെയുള്ള വാറ്റ് നമുക്ക് ഇൻപുട്ട് വാറ്റായിട്ട് റീക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വാറ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പയർമെന്റ് ലോസ് റിലീഫ് ആവണമെങ്കിൽ, ഇമ്പയർമെന്റ് ലോസ് റിലീഫ് കിട്ടണമെങ്കിൽ ഒരു 2-3 കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഇന്നൊരു സെയിൽ നടത്തി, അടുത്ത ആഴ്ച അത് ബാഡ് ഡെപ്റ്റ് ആയി, അപ്പോൾ ഉടനെ തന്നെ എനിക്ക് HMRC എന്ത് തരില്ല, ഈ ബാഡ് ഡെപ്റ്റിൻ്റെ മേലെയുള്ള റിലീഫ് തരൂല. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നമ്മൾക്കൊരു 3 കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം 3 കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ഇതിന് 6 മന്തെങ്കിലും ഏജ് ഉണ്ടാവണം. ഓക്കെ, ബാഡ് ഡെപ്റ്റിന് 6 മന്ത് ഏജ് ഉണ്ടാവണം. അതായത് ഞാൻ ആ ബാഡ് ഡെപ്റ്റിൻ്റെ സെയിൽ നടത്തി 6 മാസം കഴിയണം. ഓക്കെ, 6 മാസം കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് മുതൽ, അതായത് എന്നാണോ ആ ഡെപ്റ്റ് ഡ്യൂ ആവുന്നത്, ഡ്യൂ ഡേറ്റ് മുതൽ 6 മന്ത് കഴിഞ്ഞാലേ ഇമ്പയർമെന്റ് ലോസ് റിലീഫ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഇതിൻ്റെ ഔട്ട്പുട്ട് വാറ്റ് ചാർജ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതായത് ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ ആദ്യം ഇതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ റീഫണ്ട് മേടിക്കാൻ പറ്റുള്ളൂ. സോ ഔട്ട്പുട്ട് വാറ്റ് കൊടുത്തിട്ടുണ്ടാവണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ, ഇത് ബാഡ് ഡെപ്റ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ അക്കൗണ്ട്സിൽ ഈ സാധനം റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, നമ്മുടെ കസ്റ്റമറുടെ അക്കൗണ്ടിൽ പോയിട്ട് ഇത്ര എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ട് അക്കൗണ്ട്സിൽ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഇത് നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്പയർമെന്റ് ലോസ് റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പയർമെന്റ് ലോസ് റിലീഫിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു വാറ്റിലെ ടോപ്പിക്കാണ് നമ്മുടെ സ്കീംസ്. നമുക്ക് വാറ്റിൽ 3 സ്കീമുകളുണ്ട്. വാറ്റ് സ്കീംസ്. ഇപ്പോൾ വാറ്റ് സ്കീംസ് ഉള്ളത് 3 സ്കീംസ് ആണ്. ഒന്ന് ക്യാഷ് അക്കൗണ്ടിങ് സ്കീം, രണ്ടാമത്തത് ആനുവൽ അക്കൗണ്ടിങ് സ്കീം, ദെൻ മൂന്നാമത്തത് ഫ്ലാറ്റ് റേറ്റ് സ്കീം. ഇങ്ങനെ 3 സ്കീംസ് വാറ്റിലുണ്ട്. യെസ്, അപ്പോൾ ഈ 3 സ്കീംസ് നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സെർട്ടൈൻ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഏത് സ്കീമിൽ വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാം.
ഓക്കെ. അപ്പോൾ നമുക്ക് ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് സ്കീമിൽ വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഓരോന്നിനും ഓരോ ഇതുണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ കണ്ടീഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കീംസിൽ ജോയിൻ ചെയ്യണം നിർബന്ധമില്ല, ഓപ്ഷനാണ്. ഓക്കെ. അപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിലും മാനുവൽ അക്കൗണ്ടിങ് സ്കീമിലും ജോയിൻ ചെയ്യാൻ ഒരേ കണ്ടീഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇതിൽ പറയുന്ന കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിലും ജോയിൻ ചെയ്യാം, ആനുവൽ അക്കൗണ്ടിങ് സ്കീമിലും ജോയിൻ ചെയ്യാം, വേണമെങ്കിൽ രണ്ടിലും കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പം അതിൻ്റെ കണ്ടീഷൻസ് സെയിമാണ്. അപ്പം അതിൻ്റെ കണ്ടീഷൻസ് നമുക്കൊന്ന് നോക്കാം. ക്യാഷ് അക്കൗണ്ടിങ് സ്കീം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണ്. അതായത് നമ്മുടെ എക്സ്പെക്റ്റഡ് ടേൺ ഓവർ, എക്സ്പെക്റ്റഡ് ടാക്സബിൾ സപ്ലൈസ്, അതായത് നമുക്കിപ്പോൾ കമ്മിങ് 12 മന്തിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് ടാക്സബിൾ സപ്ലൈസ് 1.35 മില്യണേക്കാൾ താഴെ, 13.5 ലക്ഷത്തിലും താഴെ ആയിരിക്കണം നമ്മുടെ എക്സ്പെക്റ്റഡ് ടാക്സബിൾ സപ്ലൈസ്. ഓക്കെ. ദെൻ അതേപോലെ നമ്മുടെ വാറ്റിലുള്ള ഇതുവരെയുള്ള കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിൽ ജോയിൻ ചെയ്യാം. ദെൻ ഈ സ്കീമിൽ നമ്മൾ വൺസ് ജോയിൻ ചെയ്തു, അതായത് എക്സ്പെക്റ്റഡ് ടേൺ ഓവർ 1.35 മില്യണേക്കാൾ താഴെയാണ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സ്കീമിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ സ്കീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്കീമിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ ടേൺ ഓവർ 1.35ൻ്റെ മേലെ പോയി എന്ന് വിചാരിക്കും. 1.35 ക്രോസ് ചെയ്ത് 1.4 ആയി, നോ പ്രോബ്ലം. 1.5 ആയി, നോ പ്രോബ്ലം. വൺസ് എൻ്റെ ടാക്സബിൾ സപ്ലൈസ് 1.6 മില്യൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്കീമിൽ നിന്ന് ലീവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ സ്കീമിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, എക്സ്പെക്റ്റഡ് ടാക്സബിൾ സപ്ലൈസ് ഇൻ ദി കമ്മിങ് 12 മന്ത്സ് 1.35 മില്യന് താഴെയാണോ, വാറ്റിലെ കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആണോ, അങ്ങനെയാണെങ്കിൽ ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ടാക്സബിൾ സപ്ലൈസ് ഓഫ് ആൻ ഇയർ 1.6 മില്യൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്കീമിൽ നിൽക്കാൻ പറ്റില്ല, പിന്നെ ഈ സ്കീമിൽ നിന്ന് ലീവ് ചെയ്യണം. അപ്പോൾ ഇതിൽ ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിൽ അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്ത് ജോയിൻ ചെയ്താൽ എന്താണ് ബെനിഫിറ്റ്, ഇതിൽ ജോയിൻ ചെയ്താൽ വാട്ട് ഈസ് ദി ഡിഫറൻസ്? അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ദി ഡിഫറൻസ്. അതായത് ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിൽ ജോയിൻ ചെയ്താൽ പിന്നെ കംപ്ലീറ്റ്ലി ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് വാറ്റ് വിൽ ബി കമ്പ്യൂട്ടഡ് ഓൺ ദി ബേസ് ഓഫ് ക്യാഷ് ഫ്ലോ. അതായത് എനിക്ക് സെയിൽ നടക്കുമ്പോൾ ഔട്ട്പുട്ട് വാറ്റ് HMRCക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. സെയിൽ നടന്ന് എപ്പോഴാണോ എനിക്ക് പൈസ കിട്ടുന്നത്, ഓക്കെ, ഏത് ക്വാർട്ടറിലാണോ എനിക്ക് പൈസ കിട്ടുന്നത് ആ ക്വാർട്ടറിൽ അതിൻ്റെ വാറ്റ് പേ ചെയ്താൽ മതി. ഓക്കെ. വാറ്റ് കിട്ടുമ്പോൾ HMRCക്ക് കൊടുത്താൽ മതി. ക്രെഡിറ്റ് സെയിൽസിൻ്റെ വില നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഇമ്പയർമെൻറ്റ് ലോസ് റിലീഫിൽ. അപ്പോൾ ആ ഒരു പ്രശ്നം ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിൽ ഉണ്ടാവില്ല. ക്യാഷ് കിട്ടിയാൽ മാത്രം HMRCക്ക് കൊടുത്താൽ മതി, ഔട്ട്പുട്ട് വാറ്റ് കളക്ട് ചെയ്താൽ മാത്രം കൊടുത്താൽ മതി. ഇൻപുട്ട് വാറ്റും അതേപോലെ തന്നെയാണ്. ഇൻപുട്ട് വാറ്റ് നമ്മൾ സാധനം പർച്ചേസ് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമാണ് ഇൻപുട്ട് വാറ്റ് നമുക്ക് റീക്ലെയിം ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ. സോ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് വാറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ക്യാഷ് ബേസിസ്. ഓക്കെ. അതാണ് ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. പിന്നെ അതേപോലെ ഇതേ കണ്ടീഷൻസ് തന്നെയാണ് ആനുവൽ അക്കൗണ്ടിങ് സ്കീമിലും. ഓക്കെ. അപ്പോൾ ആനുവൽ അക്കൗണ്ടിങ് സ്കീമിൽ എക്സ്പെക്റ്റഡ് ടാക്സബിൾ ടേൺ ഓവർ 1.35 മില്യന് താഴെ ആയിരിക്കണം, വാറ്റ് നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നെ ഇതിൽ നിന്ന് ലീവ് ചെയ്യുന്നതും അതേപോലെ തന്നെ. വൺസ് ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ടാക്സബിൾ സപ്ലൈസ് 1.6 മില്യൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കീമിൽ നിന്ന് ലീവ് ചെയ്യണം. അപ്പോൾ രണ്ടിലെയും കണ്ടീഷൻസ് സെയിം ആണ്. ദെൻ ആനുവൽ അക്കൗണ്ടിങ് സ്കീമിൽ ജോയിൻ ചെയ്താൽ പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി? ഇതിൻ്റെ പരിപാടി എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, ആനുവൽ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ആനുവൽ അക്കൗണ്ടിങ് ആകുമ്പോൾ നമുക്ക് ആനുവലി ഒറ്റ വാറ്റ് കമ്പ്യൂട്ടേഷൻ മതി. ആനുവലി ഒരു വട്ടം മാത്രം വാറ്റ് കമ്പ്യൂട്ട് ചെയ്താൽ മതി. മറ്റേതെന്ന് പറഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ ചെയ്യണ്ടേ, ഓരോ ക്വാർട്ടറിലും ചെയ്യണ്ടേ. ആനുവൽ അക്കൗണ്ടിങ് സ്കീമിലായ ആനുവലി സിംഗിൾ വാറ്റ് കമ്പ്യൂട്ടേഷൻ, അതേപോലെ ആനുവലി സിംഗിൾ വാറ്റ് റിട്ടേൺ. ഓക്കെ. അപ്പോൾ കൊല്ലത്തിൽ ഒറ്റ വാറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്താൽ മതി, ഒറ്റ തവണ വാറ്റ് കമ്പ്യൂട്ട് ചെയ്താൽ മതി. ദെൻ ആനുവലി അപ്പോൾ ഇതിൻ്റെ പേയ്മെന്റ് ഇൻ 10 ഇൻസ്റ്റാൾമെന്റ്സ്. പേയ്മെന്റ് ഒരു ഇൻസ്റ്റാൾമെന്റ് അല്ല. ഓക്കെ. ആനുവലി ഒറ്റ ഇൻസ്റ്റാൾമെന്റ് അല്ല. ആനുവലി ഒരു തവണ വാറ്റ് കമ്പ്യൂട്ട് ചെയ്താൽ മതി, ഒരു തവണ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. പക്ഷെ പേയ്മെന്റ് ഒരു തവണയല്ല. പേയ്മെന്റ് ആനുവൽ അക്കൗണ്ടിങ് സ്കീമിൽ 10 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പേയ്മെന്റ് നടത്തുക. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം. അപ്പം എങ്ങനെയാണ് ഇപ്പം ഞാൻ ഈ മന്തിൻ്റെ ബിഗിനിങ്ങിൽ ആനുവൽ അക്കൗണ്ടിങ് സ്കീമിലേക്ക് കൺവേർട്ട് ആവുകയാണെന്ന് വിചാരിക്കും. ഞാനിപ്പോൾ ഓൾറെഡി വാറ്റിൽ രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ ഈ മന്ത് തൊട്ട് ആനുവൽ അക്കൗണ്ടിങ് സ്കീമിലേക്ക് ഞാൻ കൺവേർട്ടായി. അപ്പോൾ എൻ്റെ ആനുവൽ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 2025 സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് എൻഡ് ആവുന്നത് എപ്പോഴായിരിക്കും? 12 മന്ത് കഴിയുമ്പോൾ. ആനുവൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ആനുവലി ആണ് കമ്പ്യൂട്ടേഷൻ. അപ്പോൾ November 25 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ആദ്യത്തെ മന്ത്. 12th മന്ത് അപ്പോൾ വരിക November 25 തുടങ്ങിക്കഴിഞ്ഞാൽ October 26 എൻ്റെ 12th മന്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇയറിൽ അപ്പോൾ ഇതാണ് എൻ്റെ ആനുവൽ പീരീഡ് എന്ന് പറയുന്നത്. ഈ 12 മന്താണ് എൻ്റെ ആനുവൽ പീരീഡ്. അപ്പോൾ ഈ പീരീഡിൽ ഞാൻ ഒറ്റ തവണ വാറ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു തവണ വാറ്റ് കമ്പ്യൂട്ട് ചെയ്താൽ മതി, ഒരു തവണ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. പക്ഷെ പേയ്മെൻറ്റ് 10 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഈ 10 ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നതിൽ 9 ഇൻസ്റ്റാൾമെൻറ്റും പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടാണ്. 9 പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടും ഒരു ബാലൻസിങ് പേയ്മെൻറ്റും. ഓക്കെ, 9 പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട്സ് ആൻഡ് 1 ബാലൻസിങ് പേയ്മെൻറ്റ്. അങ്ങനെയാണ് 10 ഇൻസ്റ്റാൾമെൻ്റ് ആവുക. അപ്പോൾ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സിനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് ഡ്യൂ ആവുന്നത് നമ്മളുടെ 4th മന്തിലെ ലാസ്റ്റ് ഡേയിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് ഡ്യൂ ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ മന്തിൻ്റെ പീരീഡിൻ്റെ ബിഗിനിങ് തൊട്ട് നമ്മൾ കൗണ്ട് ചെയ്യും. ഇപ്പം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയാണ് നമ്മുടെ 4th മന്ത്. ഓക്കെ, അപ്പോൾ February 26 ആണ് 4th മന്ത്. അപ്പോൾ ആ മന്തിൻ്റെ ലാസ്റ്റ് ഡേ, അപ്പോൾ 28th February 26, ഈ ഡേറ്റിലാണ് ആദ്യത്തെ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് പോകേണ്ടത്. അതിനുശേഷമുള്ള എല്ലാ എല്ലാ മന്തിൻ്റെ എൻഡിലും അടുത്ത പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട്സ് പോകണം. അപ്പോൾ 28th February കഴിഞ്ഞ് അടുത്ത മാസം 31st March 26 അടുത്ത പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് പോകണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ April 26 അടുത്തത്. പിന്നെ അത് കഴിഞ്ഞാൽ May 31st May 26 അടുത്ത പേയ്മെൻറ്റ്. അങ്ങനെ എല്ലാ മന്തിൻ്റെ എൻഡിലും അടുത്ത പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട്സ് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഒക്ടോബർ ആകുമ്പോഴേക്കും 31st October 26 ആകുമ്പോഴേക്കും 9 പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ 9 പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് നമ്മളിങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ 9 പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടിലും ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിരിക്കും നമ്മൾ പേ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4th മന്തിൻ്റെ ലാസ്റ്റ് ഡേ തൊട്ട് പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് തുടങ്ങണം. പക്ഷേ ഈ ഒരു കൊല്ലത്തെ വാറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഈ കൊല്ലത്തെ വാറ്റ് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഒക്ടോബർ ആവണം, നമ്മുടെ ഇയർ എൻഡ് ആയാലേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ വാറ്റിൻ്റെ 10% ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ക്വസ്റ്റിനിൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പ്രീവിയസ് ഇയറിലെ വാറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 30,000 ആണെന്ന് വിചാരിക്കും. നമ്മുടെ ഈ കൊല്ലത്തെ കറണ്ട് ഇയറിലെ വാറ്റ് എന്ന് പറയുന്നത് ഒരു 35,000 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ കറണ്ട് ഇയറിൽ 4th മന്തിൻ്റെ ലാസ്റ്റ് ഡേയിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് നമ്മൾ കൊടുക്കും. അത് പ്രീവിയസ് ഇയർ വാറ്റിൻ്റെ 10% ആയിരിക്കും. അത് 3,000 ആയിരിക്കും. 30,000ൻ്റെ 10%. അപ്പോൾ എല്ലാ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടിലും നമ്മൾ കൊടുക്കുന്നത് ഈ സെയിം 3,000 ആയിരിക്കും. ഓക്കെ, ഇനി അവസാനത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് ബാലൻസിങ് പേയ്മെൻറ്റ്, 10ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. ഈ 10ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ബാലൻസിങ് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് വിത്തിൻ 2 months ആഫ്റ്റർ പീരീഡ് ആണ്. അപ്പോൾ നമ്മുടെ പീരീഡിൻ്റെ എൻ്റെ എപ്പോഴാണ്? ഒക്ടോബറിലാണ്. ഓക്കെ, October 26 നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് കഴിയും. അത് കഴിഞ്ഞിട്ടുള്ള 2 മാസം, ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ, ഡിസംബർ. അപ്പോൾ 31st December 26 ബാലൻസ്. ആ ഡേറ്റിനുള്ളിൽ, എക്സാക്റ്റ് ആ ഡേറ്റ് എന്നല്ല, ആ ഡേറ്റിനുള്ളിൽ ബാലൻസിങ് പേയ്മെൻറ്റ് കൊടുക്കണം. ബാലൻസിങ് പേയ്മെൻറ്റിൻ്റെ കൂടെ വാറ്റ് റിട്ടേണും സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ബാലൻസിങ് പേയ്മെൻറ്റിൽ എത്ര എമൗണ്ട് നമ്മൾ കൊടുക്കും? ഇനി ബാക്കി കൊടുക്കാനുള്ള എമൗണ്ട്, അതായത് ഈ കൊല്ലത്തെ നമ്മുടെ വാറ്റ് എന്ന് പറയുന്നത് 35,000 ആണ്, ഒരു വർഷത്തെ വാറ്റ്. അപ്പോൾ അതിൽ ഓൾറെഡി 27,000 കൊടുത്തു കഴിഞ്ഞല്ലോ. 3,000ൻ്റെ 9 ഇൻസ്റ്റാൾമെൻറ്റ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി റിമൈനിങ് കൊടുക്കാനുള്ളത് 8,000. അത് നമ്മൾ ബാലൻസിങ് പേയ്മെൻറ്റിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആനുവൽ അക്കൗണ്ടിങ് സ്കീമിൻ്റെ പരിപാടി. ആനുവലി ഒറ്റ വാറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്താൽ മതി, ഒറ്റ കാൽക്കുലേഷൻ ചെയ്താൽ മതി. പക്ഷേ 10 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം. 10 ഇൻസ്റ്റാൾമെൻറ്റിൽ 9 പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടും ഒരു ബാലൻസിങ് പേയ്മെൻറ്റ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് പേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പീരീഡിലെ 4th മന്തിലെ ലാസ്റ്റ് ഡേ തൊട്ട് പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് എവറി മന്ത് ആൻഡ് പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട്സ് പോയിക്കൊണ്ടേയിരിക്കണം. ദെൻ
ബാലൻസിങ് പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുക ഈ പീരീഡ് കഴിഞ്ഞിട്ട് 2 മന്ത്സിനുള്ളിലാണ് ബാലൻസിങ് പേയ്മെൻറ്റിൻ്റെ കൂടെ വാറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ആനുവൽ അക്കൗണ്ടിങ് സ്കീമിലെ പരിപാടി. അപ്പോൾ ഇനി ആനുവൽ അക്കൗണ്ടിങ് സ്കീമിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. ആനുവൽ അക്കൗണ്ടിങ് സ്കീമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മന്തിലും സെയിം എമൗണ്ട് തന്നെ വാറ്റ് നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ വാറ്റ് ഓരോ മാസവും ഇത്ര എമൗണ്ട് ആണ് വാറ്റ് എന്ന് അറിയുന്നതുകൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ അതേപോലെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അതൊന്ന് നോക്കണം. ഓക്കെ, അതൊന്ന് നോക്കിയിട്ട് പോവാം എക്സാമിന്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സ്കീം, ആനുവൽ അക്കൗണ്ടിങ്. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്കീം എന്ന് പറയുന്നത് ഫ്ലാറ്റ് റേറ്റ് സ്കീമാണ്. ഫ്ലാറ്റ് റേറ്റ് സ്കീം. അപ്പോൾ ഈ ഫ്ലാറ്റ് റേറ്റ് സ്കീം എന്ന് പറയുന്നത് വളരെ സ്മോൾ സ്കെയിൽ ട്രേഡേഴ്സിനുള്ള സ്കീമാണ്. ഫ്ലാറ്റ് റേറ്റ് സ്കീമിൽ ജോയിൻ ചെയ്യാനും ലീവ് ചെയ്യാനുള്ള കണ്ടീഷൻസ് കുറച്ച് ഡിഫറെൻറ്റാണ്. അതായത് ഫ്ലാറ്റ് റേറ്റ് സ്കീമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരാളുടെ വാറ്റ് എക്സ്ക്ലൂസീവ് ടാക്സബിൾ സപ്ലൈസ് 150,000 താഴെയായിരിക്കണം. അതായത് എക്സ്പെക്റ്റഡ് സപ്ലൈ തന്നെ 150,000 താഴെയായിരിക്കണം. നമുക്ക് മറ്റേതിലൊക്കെ ആനുവൽ അക്കൗണ്ടിങ്ങിലൊക്കെ 13.5 lakhs ആണ്, ഇതിൽ 1.5 lakhs പറ്റുള്ളൂ. അപ്പോൾ 1.5 lakhs കുറവ് ടേൺ ഓവറുള്ള കമ്പനീസ്, വാറ്റിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കമ്പനീസ്, അവർക്ക് ഈ സ്കീമിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വൺസ് ഈ സ്കീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ നിന്ന് ലീവ് ചെയ്യേണ്ടത് ഇവരുടെ ടേൺ ഓവർ 230,000 ക്രോസ് ചെയ്താൽ, 2.3 lakhs ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്കീമിൽ നിൽക്കാൻ പറ്റിയല്ല, സ്കീമിൽ നിന്ന് ലീവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയും സ്മോൾ സ്കെയിൽ ട്രേഡേഴ്സിനുള്ളതാണ് ഈ ഫ്ലാറ്റ് റേറ്റ് സ്കീം. അപ്പോൾ ഈ ഫ്ലാറ്റ് റേറ്റ് സ്കീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ പാർട്ട് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അത് ബെനഫിഷ്യൽ ആണോ ബെനഫിഷ്യൽ അല്ലയോ എന്നുള്ളത് ഓരോ സിനാരിയോയിലും മാറിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർക്ക് ഫ്ലാറ്റ് റേറ്റ് സ്കീം നല്ലതായിരിക്കും, ചില ആൾക്കാർക്ക് ഫ്ലാറ്റ് റേറ്റ് സ്കീം ബെനഫിഷ്യൽ ആയിരിക്കില്ല. അപ്പം അങ്ങനെ ഡിപ്പെൻസ് ഓൺ ദി സിനാരിയോ, ഇത് ബെനഫിഷ്യൽ ആണോ അല്ലയോ എന്നുള്ളത് മാറി മറിഞ്ഞിരിക്കും. ദെൻ ഫ്ലാറ്റ് റേറ്റ് സ്കീമിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതിന് ഫ്ലാറ്റ് റേറ്റ് എന്ന് വിളിക്കാനുള്ള റീസൺ, ഓരോ ബിസിനസ് സെക്ടേഴ്സിനും ഒരു ഫ്ലാറ്റ് പെർസെൻറ്റേജ് ഓഫ് വാറ്റ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അതും നമുക്ക് പഠിക്കാനില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അക്കൗണ്ടിങ് ഫീൽഡാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു അക്കൗണ്ടിങ് ഫീൽഡിലാണ് എൻ്റെ ബിസിനസ് ഉള്ളത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഫീൽഡിൻ്റെ ഫ്ലാറ്റ് റേറ്റ് എന്ന് പറയുന്നത് 14.5% ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നിനും, ഹോട്ടൽ ഫീൽഡിനൊന്ന്, അങ്ങനെ ഓരോരോ സെക്ടറിനും ഓരോരോ പെർസെൻറ്റേജസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പോൾ എക്സാമിന് നമുക്കത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തരും. ഓക്കെ, എത്രയാണ് ഫ്ലാറ്റ് റേറ്റ് പെർസെൻറ്റേജ് എന്നുള്ളത് തരും. ദെൻ ഇപ്പോൾ ഞാൻ വളരെ സ്മോൾ സ്കെയിൽ ട്രേഡറാണ്. അപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റ് റേറ്റ് സ്കീമിലേക്ക് സ്വിച്ച് ചെയ്യാണ്. ഈ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്തു. സോ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് റേറ്റ് സ്കീമിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ഫ്ലാറ്റ് റേറ്റ് സ്കീമിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഫ്ലാറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 12% ആണെന്ന് വിചാരിക്കും. ഓക്കെ, അത് എത്രയാണ് പെർസെൻറ്റേജ് എന്നുള്ള നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തരും. ഇപ്പോൾ 12% ആണ് വാറ്റിൻ്റെ പെർസെൻറ്റേജ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ വാറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഫ്ലാറ്റ് റേറ്റ് സ്കീമിലായി കഴിഞ്ഞാൽ ക്വാർട്ടർലി തന്നെയാണ് വാറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, അതിലൊന്നും മാറ്റമില്ല. ദെൻ വാറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടോട്ടൽ വാറ്റ് ഇൻക്ലൂസീവ് ടേൺ ഓവർ ഇൻറ്റു 12%. ഇതാണ് എൻ്റെ വാറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലാറ്റ് റേറ്റ് സ്കീമിലാവുമ്പോൾ നമുക്കുള്ള ഇൻപുട്ട് വാറ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ, ഔട്ട്പുട്ട് വാറ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഫ്ലാറ്റ് റേറ്റ് സ്കീമിലാണെങ്കിൽ എന്ത് ചെയ്യുക, ടോട്ടൽ വാറ്റ് ഇൻക്ലൂസീവ് ടേൺ ഓവർ എടുക്കുക ഇൻറ്റു പെർസെൻറ്റേജ്, അതാണ് വാറ്റ്. ഓക്കെ, വേറെ ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ്. വാറ്റ് ഇൻക്ലൂസീവ് ടേൺ ഓവർ എന്താണ്, ടോട്ടൽ വാറ്റ് ഇൻക്ലൂസീവ് ടേൺ ഓവർ എന്താണ്? ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ എൻ്റെ ബിസിനസ്സിൽ സ്മോൾ സ്കെയിൽ ട്രേഡിംഗ് ആണെങ്കിലും ഞാൻ എൻ്റെ ബിസിനസ്സിൽ സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈയും സീറോ റേറ്റഡ് സപ്ലൈയും എക്സംപ്റ്റ് സപ്ലൈയും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ 3 സപ്ലൈസ് ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് റേറ്റഡ് പ്രൊഡക്ട്സ് ഞാൻ സെല് ചെയ്യുന്നത് 10,000-നാണ്. ഓക്കെ, ഒരു ക്വാർട്ടറിൽ ഞാൻ 10,000-ൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈസ് നടത്തി. ഒരു 6,000-ൻ്റെ സീറോ റേറ്റഡ് സപ്ലൈസ് നടത്തി.
ഒരു 8,000-ന്റെ എക്സംപ്റ്റ് സപ്ലൈ നടത്തി. അപ്പോൾ ഈ ഫിഗേഴ്സ് എല്ലാം വാറ്റ് എക്സ്ക്ലൂസീവ് ഫിഗർ ആണ്. ഇനി ഇതിൻ്റെയൊക്കെ വാറ്റ് ഇൻക്ലൂസീവ് ഫിഗർ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈ നടത്തിയപ്പോൾ 10,000 ആണല്ലോ എൻ്റെ പ്രൈസ്, അത് വാറ്റ് ഇല്ലാത്ത പ്രൈസാണ്. അപ്പോൾ കസ്റ്റമർ എനിക്ക് തന്നിട്ടുണ്ടാവുക 10,000 പ്ലസ് 20% വാറ്റ് തന്നിട്ടുണ്ടാവില്ലേ, അല്ലേ? അപ്പോൾ കസ്റ്റമർ എനിക്ക് തന്നത് 12,000 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 12,000 ആണ് ഇതിൻ്റെ വാറ്റ് ഇൻക്ലൂസീവ് ടേൺ ഓവർ. ഓക്കെ, ഇപ്പോൾ സീറോ റേറ്റഡ് സപ്ലൈ ആകുമ്പോൾ വാറ്റ് ഇൻക്ലൂസീവ് ടേൺ ഓവർ എത്രയായിരിക്കും? 6,000 തന്നെയായിരിക്കും. കാരണം സീറോ റേറ്റഡ് സപ്ലൈ ഞാൻ സെല്ല് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാറ്റ് മേടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വാറ്റ് ഇൻക്ലൂസീവ് ടേൺ ഓവർ എക്സ്ക്ലൂസീവ് ടേൺ ഓവർ സെയിം ആണ്. അതിന് എക്സ്ക്ലൂസീവ് ടേൺ ഓവറേ ഉള്ളൂ. ഓക്കെ, ദെൻ എക്സംപ്റ്റ് സപ്ലൈയിലും അങ്ങനെ തന്നെയാണ്. അത് ഞാൻ സെല്ല് ചെയ്യുമ്പോൾ വാറ്റ് മേടിക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ക്വാർട്ടറിൽ എൻ്റെ ടോട്ടൽ വാറ്റ് ഇൻക്ലൂസീവ് ടേൺ ഓവർ 26,000 ആണ്. ടോട്ടൽ വാറ്റ് എക്സ്ക്ലൂസീവ് ടേൺ ഓവർ 24,000 ആണ്. ഞാനിപ്പോൾ വാറ്റിൻ്റെ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് എന്തേ എടുക്കുള്ളൂ? 26,000 എടുക്കുള്ളൂ. അപ്പോൾ ഈ ക്വാർട്ടറിലെ എൻ്റെ വാറ്റ് പേയബിൾ എന്ന് പറയുന്നത് നേരെ ഈ 26,000 എടുക്കുക ഇൻറ്റു 12%. ഫ്ലാറ്റ് റേറ്റ് ഇൻറ്റു വാറ്റ് ഇൻക്ലൂസീവ് ടേൺ ഓവർ 3120. ഇതാണ് വാറ്റ് പേയബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തില്ല? ഫ്ലാറ്റ് റേറ്റ് സ്കീമിലാകുമ്പോൾ ഔട്ട്പുട്ട് വാറ്റ് ഇൻപുട്ട് വാറ്റ് എന്ന് പറഞ്ഞ രണ്ട് കമ്പ്യൂട്ടേഷൻ ഇല്ല. ഇൻപുട്ട് വാറ്റ് റീക്ലെയിമിംഗ് ഇല്ല ഈ കേസിൽ. ഓക്കെ, അപ്പോൾ വലിയ എമൗണ്ട് ഇൻപുട്ട് വാറ്റ് റീക്ലെയിം ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കുഴപ്പമില്ല, ആകെ 2,000 അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വലിയ എമൗണ്ട് ഇൻപുട്ട് വാറ്റൊക്കെ റീക്ലെയിം ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ ഈ സ്കീമിലേക്ക് ജോയിൻ ചെയ്യാത്തതായിരിക്കും നല്ലത്. കാരണം ഇൻപുട്ട് വാറ്റ് റിക്കവറി ഇതിലില്ല. ഈ 12% ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഫ്ലാറ്റ് റേറ്റ് പെർസെൻറ്റേജ് എത്രയും ആകാം, 12ഉം 10ഉം 13, 14, 15 എനി പെർസെൻറ്റേജ് ഫ്ലാറ്റ് റേറ്റ് പെർസെൻറ്റേജ് വരാം. അത് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ഇപ്പോൾ ഫ്ലാറ്റ് റേറ്റ് സ്കീം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്ലാറ്റ് റേറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതും ക്വസ്റ്റ്യനിൽ പറയും. അല്ലാതെ നമുക്കത് എവിടെയും ഓരോ സെക്ടറിൻ്റെയും ഫ്ലാറ്റ് റേറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് നമ്മുടെ സിലബസിലൊന്നും എവിടെയില്ല. ATXലും ഇല്ല, ടാക്സിലും ഇല്ല. അത് നമുക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് റേറ്റ് സ്കീം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഈ സ്കീംസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വാറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. രജിസ്ട്രേഷൻ, ഗ്രൂപ്പ് രജിസ്ട്രേഷൻ, പ്രീ രജിസ്ട്രേഷൻ. പിന്നെ അതേപോലെ എക്സ്പോർട്ടും ഇമ്പോർട്ടും. നമ്മൾ എന്ത് സാധനം എക്സ്പോർട്ടിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. UK നിന്ന് എന്ത് എക്സ്പോർട്ട് ചെയ്താലും അത് സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ എന്ത് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന UK-ലേക്ക് എന്തെങ്കിലും ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിൻ്റെ വാല്യൂവിൻ്റെ 20% HMRCക്ക് കൊടുക്കണം. ഓക്കെ, ആ സെയിം എമൗണ്ട്, എത്ര എമൗണ്ട് ആണോ 20% ഇമ്പോർട്ട് ചെയ്തപ്പോൾ എത്ര എമൗണ്ട് ആണ് HMRCക്ക് കൊടുത്തത്, ആ സെയിം എമൗണ്ട് തന്നെ ഇൻപുട്ട് വാറ്റ് ആയിട്ട് റീക്ലെയിം ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ്ലി ഒരു ടാക്സ് ന്യൂട്രൽ ആയിട്ടാണ് ഇമ്പോർട്ടിങ് നടക്കുക. അപ്പോൾ UK-യിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിൻ്റെ 20% HMRCക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എത്ര എമൗണ്ട് ആണോ HMRCക്ക് നമ്മൾ കൊടുത്തത്, ആ സെയിം എമൗണ്ട് ഇൻപുട്ട് വാറ്റ് ആയിട്ട് റീക്ലെയിം ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ്ലി ടാക്സ് ന്യൂട്രൽ ആയിട്ടായിരിക്കും ഇമ്പോർട്ടിങ് നടക്കുക. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ, ലീവ് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ഇപ്പോൾ എത്രയായി 5:50, ഒരു 5:55 ആകുമ്പോഴേക്കും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചെറിയൊരു ബ്രേക്ക്. നമുക്ക് സെക്ഷൻ ബിയിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. കാരണം മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് സെക്ഷൻ ബിയിലാണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്. ഇതിൽ 301. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് എനിക്ക് ചെയ്തതായിട്ടൊരു ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, ഇന്നലെ നമ്മൾ IST-യിൽ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ ബിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബി ക്വസ്റ്റ്യനിലെ സിനാരിയോ ആദ്യം പോയിട്ട് കഥ മുഴുവൻ ഇരുന്ന് വായിക്കേണ്ട, അത് ടൈം വേസ്റ്റിംഗ് ആണ്. നമ്മുടെ റിക്വയർമെൻറ്റ്സും സെക്ഷൻ ബിയിലുള്ള റിക്വയർമെൻറ്റ്സും സിനാരിയോവും കോറിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് റിക്വയർമെൻറ്റ് വായിക്കുക, ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുക. അപ്പോൾ ഫസ്റ്റ് പോർഷനിൽ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കാം.
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് വാറ്റ് പേയബിൾ ബൈ മേബൽ ഇൻ റെസ്പെക്ട് ഓഫ് ഹർ സെയിൽസ് ഫോർ ദി ക്വാർട്ടർ എൻഡ് 28th February 2025. അപ്പോൾ ക്വാർട്ടർ എൻഡ് ഫെബ്രുവരി 2025 ആണ്. അവിടെ വരുന്ന ഔട്ട്പുട്ട് വാറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ മേബൽ ഈസ് എ സോൾ ട്രേഡർ, ഈസ് രജിസ്റ്റേർഡ് ഫോർ വാറ്റ് and is in the process of completing her VAT return for the quarter ended 28th February 2025. Mabel does not use the VAT cash accounting scheme. Cash accounting scheme അല്ല യൂസ് ചെയ്യുന്നത്, ക്വാർട്ടർ എൻഡ് 20th February ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഔട്ട്പുട്ട് വാറ്റ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹിൻസ് ഇതൊക്കെയാണ്. ഡ്യൂറിംഗ് ദി ക്വാർട്ടർ എൻഡ് 20th February 2025, standard rated sales invoices totaling 98,000 exclusive of VAT were issued in respect of credit sales. ഓക്കെ, ഇപ്പം 98,000-ൻ്റെ ക്രെഡിറ്റ് സെയിൽസ് നടന്നിട്ടുണ്ട്. മേബൽ ഓഫേഴ്സ് ഓൾ ഓഫ് ഹർ കസ്റ്റമേഴ്സ് എ 10% ഡിസ്കൗണ്ട് ഫോർ പേയ്മെൻറ്റ് വിത്തിൻ 14 days of the date of the sale invoice and 60% of customers paid within 14-day period. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്തുവാ? ടോട്ടൽ 98,000-ൻ്റെ സെയിൽസ് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്രെഡിറ്റ് സെയിലാണ്, 98,000-ൻ്റെ ക്രെഡിറ്റ് സെയിലാണ്. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് പ്രോപ്പറായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ മേബൽ ഒരു കാര്യം ചെയ്തു. 14 days-നുള്ളിൽ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്രെഡിറ്റ് സെയിൽ നടത്തിയതിൽ 60% കസ്റ്റമേഴ്സും 14 days-ക്കുള്ളിൽ പേയ്മെൻറ്റ് നടത്തി. അപ്പോൾ ഈ ഡിസ്കൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ വാറ്റ് എന്ന് പറയുന്നത്, നമ്മളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ അത് ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ വാറ്റ് ചാർജ് ചെയ്യുന്നതും ഡിസ്കൗണ്ടഡ് പ്രൈസിൻ്റെ മേലെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 10,000 പൗണ്ടിൻ്റെ പ്രൊഡക്റ്റ് ഒരാൾക്ക് വിൽക്കുന്നു, 2,000 ഡിസ്കൗണ്ട് കൊടുത്ത് 8,000-നാണ് സെല്ല് ചെയ്യുന്നതെന്ന് വിചാരിക്കും. 8,000-ൻ്റെ മേലല്ലേ വാറ്റ് മേടിക്കാൻ പറ്റുള്ളൂ. 8,000-ന് സാധനം വിട്ടിട്ട് 10,000-ൻ്റെ വാറ്റ് തരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡിസ്കൗണ്ടഡ് പ്രൈസിൻ്റെ മേലെയാണ് നമ്മളെപ്പോഴും വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് പർച്ചേസ് ആയാലും സെയിൽസ് ആയാലും. അപ്പോൾ ഇവിടെ അപ്പോൾ ഇതിനെ 98,000-ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഒന്ന് മെർജാക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് 98,000-ൻ്റെ സെയിലാണ് ടോട്ടൽ നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 98,000-ൻ്റെ സെയിൽസ് ടോട്ടൽ നടന്നു. അപ്പോൾ അതിൽ 60% ആൾക്കാർ 10% ഡിസ്കൗണ്ട് കിട്ടിയ ആൾക്കാരാണ്. ഓക്കെ, അവർ 14 days-നുള്ളിൽ കൊടുത്തു. അപ്പോൾ ഈ 98,000-ൻ്റെ 60% സെയിൽസിൽ അയാൾക്ക് ഫുൾ എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ, അല്ലേ? 98,000-ൻ്റെ 60% ഓഫ് സെയിൽസിൽ 10% ഡിസ്കൗണ്ട് കഴിഞ്ഞല്ലേ കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ 98,000-ൻ്റെ 60% എന്ന് പറയുമ്പോൾ 58,800. അത്ര എമൗണ്ട് അയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം 58,800-ൽ എന്ത് ചെയ്യാം? 10% ഡിസ്കൗണ്ട് കൊടുക്കാം. ഓക്കെ, ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 58,800-ൻ്റെ 10% 5880. അപ്പോൾ അതിൽ 52,920 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ 98,000-ൻ്റെ 52,920, അതിൻ്റെ മേലെ വരുന്ന വാറ്റാണ് ഔട്ട്പുട്ട് വാറ്റായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. 98,000-ൻ്റെ 60%, അത് നമ്മളെടുത്തു. അപ്പോൾ ആ 60%-ൽ 90% അല്ലേ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ, അല്ലേ? 98,000-ൻ്റെ 60% ഓഫ് 98,000 ടോട്ടൽ സെയിൽസ്, അതിൻ്റെ 60%-ന് 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ 60%-ൻ്റെ 90% അല്ലേ കയ്യിൽ കിട്ടുള്ളൂ, 10% ഡിസ്കൗണ്ട് അല്ലേ. ഇപ്പം 90% കിട്ടി. അപ്പോൾ ഇത്ര എമൗണ്ട് ആയിരിക്കും അയാൾ എൻക്യാഷ് ചെയ്തിട്ടുണ്ടാവുക, ഇതിൻ്റെ മേലെയുള്ള വാറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും എമൗണ്ട് ആളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറയുന്നത്
52,920 ഇൻറ്റു 20%. ഇത് എക്സ്ക്ലൂസീവ് എമൗണ്ട് ആണെന്ന് പറയുന്നുണ്ടല്ലോ. സോ ഇതാണ് അതിൻ്റെ മേലെ വരുന്ന ഔട്ട്പുട്ട് വാറ്റ്. പിന്നെ അതേപോലെ ബാക്കിയുള്ള ആൾക്കാർ 98,000-ൻ്റെ 40%, അതിൻ്റെ ഫുൾ എമൗണ്ടും കയ്യിൽ കിട്ടിയല്ലോ. അതിന് ഡിസ്കൗണ്ട് ഒന്നും പോയിട്ടില്ല, 39,200. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ 20%. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വാറ്റ് 7840. സോ ടോട്ടൽ ഔട്ട്പുട്ട് വാറ്റ് 7840 പ്ലസ് 10,584, 18,424. ഇതായിരിക്കും ടോട്ടൽ ഔട്ട്പുട്ട് വാറ്റ് വരാം. ഓക്കെ, നമുക്ക് ഓപ്ഷൻ നോക്കാം. 18,424 ഉണ്ടോ? ഫസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ, അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ പോയിന്റ്സ് നമ്മൾ റിവൈസ് ചെയ്തപ്പോൾ പറയാത്തതുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് റെഡ്യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ മേലെ വേണം ഇൻപുട്ട് വാറ്റും ഔട്ട്പുട്ട് വാറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഫസ്റ്റ് റിക്വയർമെൻ്റ് ആയി. ഇനി അടുത്ത റിക്വയർമെൻ്റ് നോക്കിയേ. വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് ഇൻപുട്ട് വാറ്റ് റിക്കവറബിൾ ബൈ മേബിൾ ഇൻ റെസ്പെക്ട് ഓഫ് പർച്ചേസസ് ആൻഡ് എക്സ്പെൻസസ് ഫോർ ദി ക്വാർട്ടർ എൻഡ് 20th February 2025. അപ്പോൾ ഈ ക്വാർട്ടർ എൻഡിൽ എത്ര റിക്കവറബിൾ ഇൻപുട്ട് വാറ്റ് ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, ഇനി ഇൻപുട്ട് വാറ്റിൻ്റെ കേസ്. അപ്പോൾ അടുത്ത പോർഷൻ വായിക്കാം നമുക്ക്. സോ ഇൻപുട്സ് ഡ്യൂറിംഗ് ദി ക്വാർട്ടർ എൻഡ് 28th February 2025, standard rated purchases and expense invoices totaling 35,700 were received. The figure includes 690 for entertaining UK customers, 1,200 for entertaining overseas customers, and 900 for mobile telephone calls, of which 20% relate to private calls. All of these figures are inclusive of VAT. അപ്പോൾ ടോട്ടല് 35,700-ൻ്റെ ഇൻവോയ്സ് ഉണ്ട്, അതായത് ബില്ലുണ്ട്. അതായത് ചെലവുകൾ വന്നിരിക്കുന്നത് ടോട്ടൽ എക്സ്പെൻസസ് ഈ ഒരു ക്വാർട്ടറിൽ വന്നിരിക്കുന്നതാണ് ഈ 35,700. ഇത്ര എക്സ്പെൻസ് ഈ ക്വാർട്ടർ എൻഡിൽ വന്നു. അതിൽ 690 UK കസ്റ്റമേഴ്സിനെ എൻ്റർടൈൻ നടത്തിയതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റിക്കവറബിൾ വാറ്റ് UK കസ്റ്റമേഴ്സിനെ പറഞ്ഞത്. അപ്പോൾ ഓവർസീസ് കസ്റ്റമേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെയും എൻ്റർടൈൻമെൻറ്റ്സ് അലൗഡ് ആണ്, അല്ലാതെയുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റ്സും ഡിസലൗഡാണ്. അപ്പോൾ UK കസ്റ്റമേഴ്സിനെ എൻ്റർടൈൻ ചെയ്യിക്കാനാണ് ഈ 690 വന്നിരിക്കുന്നത്. അപ്പോൾ 690-ൻ്റെ മേലെ നമുക്ക് ഇൻപുട്ട് വാറ്റ് റീക്ലെയിം ചെയ്യാൻ പറ്റൂല. ഓക്കെ, പിന്നെ ഒരു 1,200 എൻ്റർടൈൻമെൻറ്റ് ഓഫ് ഓവർസീസ് കസ്റ്റമേഴ്സിൻ്റെ എൻ്റർടൈൻമെൻറ്റ്സിൽ വരുന്ന ഇൻപുട്ട് വാറ്റ് റിക്കവറബിൾ ആണ്, നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ 900 ഫോർ മൊബൈൽ ഫോൺസ്. ഇപ്പോൾ മൊബൈൽ ടെലിഫോൺ കോൾസിൻ്റെ എക്സ്പെൻസ് ആണ് 900. അതിൽ 20% പ്രൈവറ്റ് കോൾസ് ആണ്, ഓഫ് വിച്ച് 20% റിലേറ്റ്സ് ടു പ്രൈവറ്റ് കോൾസ്. അപ്പോൾ ഇതിൻ്റെ 900-ൻ്റെ മേലെയുള്ള 20%-ൻ്റെ മേലെ 900 ടെലിഫോൺ എക്സ്പെൻസ് ഉണ്ട്, അതിൻ്റെ 20%-ൻ്റെ മേലുള്ള ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ 180. അപ്പോൾ ഈ 35,700 എക്സ്പെൻസ് ഉള്ളതിൽ ഇത്രയും എക്സ്പെൻസിൻ്റെ മേലെ 690-ൻ്റെയും 180-ൻ്റെയും മേലുള്ള ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാൻ പറ്റൂല, ഇറിക്കവറബിൾ ആണ്. അപ്പോൾ ബാക്കി എത്രയുണ്ട് നോക്കാം. 34,830 ഉണ്ട്. അതിൻ്റെ മേലുള്ള വാറ്റ് കാണുക. അപ്പോൾ അതിൻ്റെ മേലുള്ള വാറ്റ് നമ്മളെങ്ങനെ കാണണം? ഇത് വാറ്റ് ഇൻക്ലൂസീവ് എമൗണ്ട് എന്നാണ് പറഞ്ഞത്. എടുത്ത് പറയുന്നുണ്ട് ഓൾ ഓഫ് ദീസ് ഫിഗേഴ്സ് ആർ ഇൻക്ലൂസീവ് ഓഫ് വാറ്റ്. അപ്പോൾ ഇത് വാറ്റ് ഇൻക്ലൂസീവ് എമൗണ്ട് ആണ്. അപ്പോൾ ഇൻറ്റു 1/6, 20/120. ഓക്കെ, അപ്പോൾ 5805 ആയിരിക്കും ആൻസർ വരിക. ഇല്ലേ? അപ്പോൾ അതിൽ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരിക. 5805 ഓപ്ഷൻ സി. ഓക്കെ, സോ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഇപ്പം തേർഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇത് നമ്മൾ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നല്ലേ. ബൈ വാട്ട് ഡേറ്റ് മസ്റ്റ് മേബിൾ നോട്ടിഫൈ HMRC of her ceasing to make taxable supplies
ആൻഡ് വാട്ട് ഈസ് ദി ഏർലിയസ്റ്റ് ഡേറ്റ് ഫ്രം വിച്ച് എ ബിസിനസ് ക്യാൻ ബി ഡീരജിസ്റ്റർ ഫ്രം വാറ്റ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ബിസിനസ്സിൻ്റെ ഡീരജിസ്ട്രേഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ടാക്സബിൾ സപ്ലൈസ് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് എക്സെപ്റ്റ് സപ്ലൈ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാറ്റിൽ നിന്ന് കമ്പൽസറി ആയിട്ട് ഡീരജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ടാക്സബിൾ സപ്ലൈസ് നിർത്തുന്ന കാര്യം HMRCനെ ഇൻഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ HMRCനെ ഇൻഫോം ചെയ്യേണ്ടത് 30 ഡേയ്സിനുള്ളിലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഞാൻ തോന്നുന്നു ക്ലാസ്സിലും അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ടാക്സബിൾ സപ്ലൈസ് സീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് HMRCനെ നോട്ടിഫൈ ചെയ്യണം. അത് നോട്ടിഫൈ ചെയ്യാനായിട്ട് നമുക്ക് 30 ഡേയ്സ് ആണ് സമയം കിട്ടുക. ഓക്കെ, അപ്പോൾ 30 ഡേയ്സിനുള്ളിൽ നോട്ടിഫൈ ചെയ്യുക. അപ്പോൾ എന്നാണോ നമ്മൾ ടാക്സബിൾ സപ്ലൈസ് സീസ് ചെയ്യുന്നത്, അന്ന് മുതൽ നമ്മൾ വാറ്റിൽ നിന്ന് ഡീരജിസ്റ്റേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നമ്മുടെ ഇതിലേക്കൊന്ന് വരാം. എന്താണ് ഇവിടെ പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, സീസേഷനിൽ പറയുന്നത് മേബൽ വിഷ് ടു റിട്ടയർ ആൻഡ് ഈസ് therefore going to cease trading on 31st March 2025. She will deregister for VAT. Mabel is unsure whether she will sell the assets of her business separately to different purchaser after ceasing to trade. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ്ലി ആ ബിസിനസ്സിലുള്ള സാധനങ്ങൾ സെപ്പറേറ്റ്ലി ആയിട്ട് സെല് ചെയ്യണമെന്നുള്ളതിലൊക്കെ ആൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. Then, or whether she will sell the entire business as a going concern on 31st March 2025. During the previous 3 years, Mabel has purchased the following non-current assets. Okay, അപ്പോൾ ഇവിടെ സീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ട്രേഡിങ് ആൾ സീസ് ചെയ്യുന്നത് 31st March 2025 ട്രേഡിങ് സീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രേഡ് സീസ് ചെയ്യുന്ന അന്ന് മുതൽ 30 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം? HMRCനെ നോട്ടിഫൈ ചെയ്യണം. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ 31st March മുതൽ 30 ഡേയ്സ്. അപ്പോൾ ഏപ്രിൽ 30ക്കുള്ളിൽ നോട്ടിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 30ൽ നോട്ടിഫൈ ചെയ്യണം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ 30 ഏപ്രിലാണ്, നോട്ടിഫിക്കേഷൻ 30 ഏപ്രിലാണ്. ഓക്കെ, അപ്പോൾ എയോ ബിയോ ആയിരിക്കും, കാരണം ഇതിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് 30 ഏപ്രിലാണ്. ദെൻ ഡീരജിസ്ട്രേഷൻ അപ്പോൾ എന്ന് മുതൽ കിട്ടും? അതായത് നമ്മൾ എന്നാണോ ബിസിനസ് സീസ് ചെയ്യുന്നത് അന്ന് മുതൽ നമ്മൾ ഡീരജിസ്റ്റേർഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബിസിനസ് സീസ് ചെയ്യുന്നത് 31st മാർച്ചിലാണ്. അപ്പോൾ 31st മാർച്ചിൽ തന്നെ ഈ മെയ്ബൽ വാറ്റിൽ നിന്ന് ഡീരജിസ്റ്റേർഡ് ആയതായിട്ട് കൺസിഡർ ചെയ്യും. ദെൻ അത് നോട്ടിഫൈ ചെയ്യേണ്ടത് 31st മാർച്ച് കഴിഞ്ഞ് 30 ഡേയ്സിനുള്ളിലാണ്. സോ അപ്പോൾ 30th ഏപ്രിലിനുള്ളിൽ നോട്ടിഫൈ ചെയ്യണം. സോ അപ്പോൾ നമ്മുടെ ആൻസർ ഇതിൽ വരേണ്ടത് ബി ആണ്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ 30 ഡേയ്സിനുള്ളിൽ ചെയ്യുക. എന്നാണോ സീസ് ചെയ്യുന്നത് ആ സീസ് ചെയ്യുന്ന അന്ന് തന്നെ ഡീരജിസ്റ്റേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. യെസ്, ഇറിക്കവറബിൾ ഇൻപുട്ട് ഒരു ഡൗട്ടാണ്. ഇറിക്കവറബിൾ ഇൻപുട്ട് വാറ്റ് ന്യൂ കാർ പ്രൈവറ്റ് യൂസ് പെർസെൻറ്റേജ് മാത്രമാണോ? അല്ല, ഫുൾ ഇറിക്കവറബിൾ ആണ്. അതായത് പുതിയ കാറ് നമ്മൾ മേടിക്കുമ്പോൾ അതിന് പ്രൈവറ്റ് യൂസ് ഉണ്ടെങ്കിൽ ആ കാറിൻ്റെ ഇൻപുട്ട് വാറ്റ് കംപ്ലീറ്റ്ലി ഇറിക്കവറബിൾ ആണ്. ആ ബിസിനസ് യൂസ് പെർസെൻറ്റേജോ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇഫ് എനി കാർ ഹാവിങ് എനി പ്രൈവറ്റ് യൂസ്, ദി ഇൻപുട്ട് വാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇറിക്കവറബിൾ. ഓക്കെ, സോ നമ്മുടെ തേർഡ് ആൻസർ നമ്മൾ ചെയ്തു, ബി ആണ് ആൻസർ വരിക. ഇനി ഫോർത്ത് വണ്ണിൽ പറയുന്നത് assuming that Mabel sells the asset of her business separately to different purchasers, how much output VAT will she have to pay on her final VAT return in respect of the non-current assets purchased during the 3 years prior to the cessation of trading? ഓക്കെ, അപ്പോൾ മെയ്ബൽ ബിസിനസ് സീസ് ചെയ്യുമ്പോൾ ബിസിനസ്സിലുള്ള ഓരോ അസറ്റും ഡിഫറെൻറ്റ് പർച്ചേസേഴ്സിന് സെല്ല് ചെയ്യുകയാണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് വാറ്റ് കാണിക്കേണ്ടി വരും? ഓക്കെ, അപ്പോൾ നമുക്ക് സിനാരിയോയിലേക്ക് വരാം. അപ്പോൾ ലാസ്റ്റ് 3 ഇയറിലുള്ള അസറ്റ്സ് ഇതാണ്. ഈ 3 ഇയറിൽ മേടിച്ചിട്ടുള്ള അസറ്റ്സിനെ ചോദിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡ്യൂറിങ് ദി പ്രീവിയസ് 3 ഇയേഴ്സ് മേബൽ ഹാസ് പർച്ചേസ് ദി ഫോളോയിങ് നോൺ കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഈ 3 അസറ്റ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ അതിൽ ആദ്യത്തെ അസറ്റ് കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ് purchased during July 2022 for 4,100 and sold during November 2024 for 350. അപ്പോൾ അതിൻ്റെ
ഔട്ട്പുട്ട് വാറ്റ് സീസ് ചെയ്യുമ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ് മേടിക്കുകയും ചെയ്തു, അത് പിന്നീട് വിൽക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ മേടിച്ചപ്പോൾ ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും, വിറ്റപ്പോൾ ഔട്ട്പുട്ട് വാറ്റും ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ അസറ്റ് നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേലുള്ള ഔട്ട്പുട്ട് വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബിസിനസ് സീസ് ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ രണ്ടാമത്തേത് ഒരു കാറാണ്. എ കാർ പർച്ചേസ്ഡ് ഫോർ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് യൂസ് ഡ്യൂറിങ് ഓഗസ്റ്റ് 2024 ഫോർ 9,600 വിച്ച് മാബൽ സ്റ്റിൽ ഓൺസ്. അതായത് ഈ കാറിന് പ്രൈവറ്റ് യൂസ് കാറിൻ്റെ ഒരു കാര്യം ഇപ്പോൾ ചോദിച്ചില്ലായിരുന്നോ? അപ്പോൾ ഒരു കാറിന് പ്രൈവറ്റ് യൂസ് ഉണ്ടെങ്കിൽ ആ പ്രൈവറ്റ് യൂസ് ഉള്ള കാറിൻ്റെ ഇൻപുട്ട് വാറ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റൂല. ഇൻ ദി സിമിലർ വേ ആ പ്രൈവറ്റ് യൂസ് ഉള്ള കാർ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വാറ്റും കളക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് യൂസ് ഉള്ള കാറിൻ്റെ കമ്പ്യൂട്ടേഷൻ അങ്ങനെയാണ്. ഇൻപുട്ട് വാറ്റ് നമുക്കതിൻ്റെ മേലെ ക്ലെയിം ചെയ്യാൻ പറ്റൂല, അതേപോലെ സെല്ല് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വാറ്റും കളക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് യൂസ് ഉള്ള കാറാണ്. അപ്പോൾ ബിസിനസ് സീസ് ചെയ്യുമ്പോൾ അത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വാറ്റ് കളക്ട് ചെയ്യേണ്ട. രണ്ടാമത്തെ കാറിൻ്റെ ഔട്ട്പുട്ട് വാറ്റ് കളക്ട് ചെയ്യേണ്ട. ഇനി മൂന്നാമത്തെ ഒരു അസറ്റ്, ഓഫീസ് എക്യുപ്മെൻറ്റ് പർച്ചേസ്ഡ് ഡ്യൂറിങ് മാർച്ച് 2025 ഫോർ 7,400 വിച്ച് മാബൽ സ്റ്റിൽ ഓൺസ്. ഓക്കെ, അപ്പോൾ മാബലിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള അസറ്റാണ് 7,400ൻ്റെ ഒരു ഓഫീസ് എക്യുപ്മെൻറ്റ്. അപ്പം അതിൻ്റെ മേലെയുള്ള ഔട്ട്പുട്ട് വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബിസിനസ് സീസ് ചെയ്യുമ്പോൾ അത് ആ അസറ്റ് സെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെയുള്ള ഔട്ട്പുട്ട് വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫിഗേഴ്സ് എല്ലാം എക്സ്ക്ലൂസീവ് ഓഫ് വാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 7,400 ഇൻറ്റു 20%. സോ 7,400 ഇൻറ്റു 20%, 1480. അപ്പോൾ 1480 ആണ് ഈ മൂന്ന് അസറ്റ്സിൽ ഓഫീസ് എക്യുപ്മെൻറ്റിന് മാത്രമേ ഔട്ട്പുട്ട് വാറ്റ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ടാമത്തത് ഒരു കാറാണ്. അപ്പോൾ അത് പ്രൈവറ്റ് യൂസ് ഉള്ള കാർ ആയതുകൊണ്ട് ഔട്ട്പുട്ട് വാറ്റ് ഇല്ല. ആദ്യത്തെ കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ് ഓൾറെഡി ഡിസ്പോസ്ഡ് ആണ്, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വാറ്റും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 1480 ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക, ഫോർത്ത് വണ്ണിൽ. ഓക്കെ, ആൻഡ് ദി ലാസ്റ്റ് വൺ, വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് മേബൽ ഇഫ് ഷീ സെൽസ് എൻറ്റയർ ബിസിനസ് ആസ് എ ഗോയിങ് കൺസേൺ ഫോർ വാറ്റ് പർപ്പസ്? ഓക്കെ, ഗോയിങ് കൺസേൺ ഡിസ്പോസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ ഈ ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്, ഗോയിങ് കൺസേൺ അസംഷൻ നിങ്ങൾക്ക് അറിയാലോ. ഗോയിങ് കൺസേൺ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് വിൽ റൺ ഫോർ എ ഫോർസിബിൾ ഫ്യൂച്ചർ അല്ലേ? ബിസിനസ് ഒരു മോർ ദാൻ 12 മന്ത് പീരീഡിലേക്ക് റൺ ചെയ്യും എന്നുള്ളൊരു അസംഷനെയാണ് നമ്മൾ ഗോയിങ് കൺസേൺ എന്ന് പറയാം. അപ്പോൾ ഗോയിങ് കൺസേണിൽ ഇരിക്കുന്നത്, ഇപ്പം ഞാനൊരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ബിസിനസ് എനിക്ക് വിൽക്കണം. അപ്പോൾ ഈ ബിസിനസ് എനിക്ക് വിൽക്കുമ്പോൾ രണ്ട് രീതിയിലാണ് വിൽക്കാൻ പറ്റുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ബിസിനസ് വിൽക്കുമ്പോൾ ഒന്നെങ്കിൽ എൻ്റെ ബിസിനസ്സിലുള്ള ഓരോരോ അസറ്റും ഓരോരോ ആൾക്കാർക്ക് എനിക്ക് വിൽക്കാം. ഓക്കെ, അതല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഓരോരോ അസറ്റും ഓരോ ആൾക്കാർക്ക് ഞാൻ സെല്ല് ചെയ്യുമ്പോൾ ഓരോ സെയിൽസിൻ്റെ മേലെ ഞാൻ ഔട്ട്പുട്ട് വാറ്റ് കളക്ട് ചെയ്യണം. ഔട്ട്പുട്ട് വാറ്റ് ഞാൻ HMRCക്ക് കൊടുക്കണം. ഓക്കെ, ഇനി അതല്ല, എൻ്റെ ഈ ബിസിനസ് ഒരു ഗോയിങ് കൺസേൺ ആയിട്ട് ബിസിനസ് കംപ്ലീറ്റ്ലി ആ ഒരു ബിസിനസ് ആയിട്ട് തന്നെ ഞാൻ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, ട്രാൻസ്ഫർ ആസ് എ ഗോയിങ് കൺസേൺ ആണെങ്കിൽ അതിൽ വാറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബിസിനസ് അങ്ങനെ തന്നെയുണ്ട്. ഓക്കെ, ഓണർ ഞാനെന്നുള്ളത് എൻ്റെ ഫ്രണ്ടായി എന്നേ ഉള്ളൂ. അപ്പോൾ ഗോയിങ് കൺസേണിൽ ഇരിക്കുന്ന ഒരു ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിൽ വാറ്റ് ചാർജ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഗോയിങ് കൺസേൺ സെല്ല് ചെയ്യുമ്പോൾ അതിന് വാറ്റ് ചാർജ് ചെയ്യില്ല. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ഓണർ വാറ്റിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. പിന്നെ അതേപോലെ ഞാൻ എന്ത് ബിസിനസ്സാണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ മോഡ് ഓഫ് ബിസിനസ് തന്നെ ആയിരിക്കണം മറ്റേ ആളും ചെയ്യേണ്ടത്. പിന്നെ അതിനൊരു സിഗ്നിഫിക്കൻറ്റ് ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല. ഞാൻ സെയിൽ ചെയ്തിട്ട് ഒരു റീസ്ട്രക്ചറിങ്ങിനുള്ള നോർമൽ ബ്രേക്ക് ഓക്കെ, അതല്ലാതെ ഒരു സിഗ്നിഫിക്കൻറ്റ് ബ്രേക്ക് എടുത്തിട്ടാവരുത് അടുത്ത ബിസിനസ് പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ബിസിനസ് എൻ്റെ ഫ്രണ്ടിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ വാറ്റ് ചാർജ് ചെയ്യേണ്ട. അപ്പോൾ ആ കണ്ടീഷൻസ് ഒന്നും മീറ്റ് ചെയ്യാതെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഓരോ അസറ്റിൻ്റെയും, ഞാൻ വിൽക്കുന്ന ഓരോ അസറ്റിൻ്റെയും മേലെ വാറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. അത് അവൻ്റെ അടുത്ത് നിന്ന് മേടിക്കണം, അത് ഞാൻ HMRCക്ക് കൊടുക്കണം. അങ്ങനെ കോംപ്ലിക്കേഷൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഗോയിങ് കൺസേൺ ആയിട്ട് തന്നെ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്? അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് നോ ഔട്ട്പുട്ട് വാറ്റ് വിൽ ബി പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ദി സെയിൽ ഓഫ്, അത് തന്നെയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ അതിൽ ഗോയിങ് കൺസേൺ ആയിട്ട് ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വാറ്റ് ഉണ്ടാവില്ല. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ വരിക.
ഇനി അടുത്ത ആൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ഓണർ മസ്റ്റ് ടേക്ക് ഓവർ മേബിൾസ് വാറ്റ് രജിസ്ട്രേഷൻ. അല്ല, മേബിളിൻ്റെ വാറ്റ് രജിസ്ട്രേഷൻ പുതിയ ഓണർ എടുക്കുകയല്ല ചെയ്യുക, പുതിയ ഓണർ പുതിയ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, ദി ന്യൂ ഓണർ മസ്റ്റ് ടേക്ക് ഓവർ മേബിൾസ് ഔട്ട്സ്റ്റാൻഡിങ് വാറ്റ് ലൈബിലിറ്റി. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മൾ വാറ്റ് ലൈബിലിറ്റീസിലൊക്കെ പേജ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലാണ് ട്രാൻസ്ഫറിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ മേബൽ വിൽ നോട്ട് ഹാവ് ടു പ്രിപ്പയർ വാറ്റ് റിട്ടേൺ ഫോർ ദി പീരിയഡ് 1 to 31st March 2025. മേബൽ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ 31st മാർച്ചിൽ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലും വാറ്റ് റിട്ടേൺ ഒക്കെ നോർമലി ഉള്ള പോലെ തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതിലെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വാറ്റ് ഗോയിങ് കൺസേൺ ആയിട്ടാണ് ബിസിനസ് സെല് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഓക്കെ, സോ ഇറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ന് വാറ്റ് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത്, അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നാളെ നമുക്ക് ക്വസ്റ്റ്യൻ ഇത് മാരത്തോൺ ഉണ്ട്. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CGT ആയിരിക്കും. ഓക്കെ, അപ്പോൾ CGT ഇതേപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. അതിൻ്റെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. അതാണ് നാളെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് ഇൻകം ടാക്സിൻ്റെയും കോർപ്പറേഷൻ ടാക്സിൻ്റെയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഓക്കെ, പിന്നെ IHTയുടെ ക്വസ്റ്റ്യൻ നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ ഫുള്ള് ക്ലാസ്സിലായിപ്പോയി. ഞാൻ IHTയുടെ ഇന്ന് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഫുള്ള് ക്ലാസ്സിലായിപ്പോയി. അതുകൊണ്ടാണ് ടൈം കിട്ടാത്തതുകൊണ്ടാണ്. നാളെ നമുക്കത് ചെയ്യാം കേട്ടോ. നാളെ വാറ്റും IHT നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇത് ആപ്പിൽ അപ്ലോഡ് ഇത് നമുക്ക് യൂട്യൂബിൽ വരും. യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. നമ്മുടെ ഗ്രൂപ്പിലും ഒക്കെ നമുക്ക് നമ്മുടെ അലയൻസിൻ്റെ പേജിൽ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇന്നലത്തേക്ക് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇതും അപ്ലോഡ് ആവും. അപ്ലോഡ് ആയിക്കേണ്ട ഞാൻ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, നാളെ ടൈം വ്യത്യാസമുണ്ട്. നമുക്ക് ഇന്നലെ ഇന്നും 4:30 ആയിരുന്നു ക്ലാസ്. നാളെ നമുക്ക് 7 o'clock ക്ലാസ്. ഷെഡ്യൂൾ നമ്മുടെ ഇതിലിട്ടിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാരത്തോണിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അപ്പോൾ അതിൻ്റെ ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ 7 ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നാളെ 7 o'clock ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ നാളെ CGT. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ അഗെയിൻ CGT കാണാം. അപ്പോൾ ഗൈസ്, ബൈ ബൈ, സീ യു.